I've come a long way riding my cycle just to say how lovely you are. I had to say it without a doubt, 'cause with that smile you took my heart. Yellow paper daisy, you've made me crazy lately. My heart's been so racy. Maybe I'm falling in love again. I'm falling in love again. I'm falling in love again. I'm falling in love. I've always tried to tell you how I feel about you and me, my love. I promise you with all my heart to hold your hand when life gets tough. Yellow paper daisy, you've made me crazy lately. My heart's been so racy. Maybe I'm falling in love again. I'm falling in love again. I'm falling in love again. I'm falling in love. Love's in the air. I'm out of words, but I'll still try to show you how you're a perfect kind. Yellow paper daisy, you've made me crazy lately. My heart's been so racy. Maybe I'm falling in love again. Yellow paper daisy, you've made me crazy lately. My heart's been so racy. Maybe I'm falling in love again. I'm falling in love again. I'm falling in love again. I'm falling in love. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാദരവായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി. തന്നതിനുന്നതമാം കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ. തന്നതിനുന്നതമാം കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ. മഹത്വമുള്ള പദവിയെ പുഴുക്കൾ കരുണ. ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൾ കരുണ. അത്രയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ. പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ. നിന്നുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാൽ. നിന്നുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാൽ. നിന്നടിയാർക്കു പിതാ
സന്നിധൗ വന്നിടാമേ സദനം നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സദനം വന്ദനം യേശു പാരാ നിനക്കെന്നും വന്ദനം യേശു പാരാ വന്ദനം യേശു പാരാ നിനക്കെന്നും വന്ദനം യേശു പാരാ വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവായി. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴിഞ്ഞെ പോലെ തൃപ്തി വരുത്തപ്പെടണം. അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്ക് സംഹരിക്കുകയുമില്ല. അവൻ നമ്മുടെ പാവങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ഭാരം ചെയ്തതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ വേർതിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് വന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആഴ്ചയെ പുല്ലുപോലെയാവുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു. അതിന്റെ സകലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്ന് എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാവിലെ നമുക്ക് സന്തോഷ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിലയേറിയൊരു അവസരം കർത്താവ് നൽകി. പ്രത്യേക നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ നമ്മുടെ പ്രിയ ടോണിമോന്റെ വിവാഹം, അതിനോടുള്ള ബന്ധത്തിൽ ഉള്ള ആലോചനകൾ വന്ന സമയം മുതൽ ഇതുവരെയും കർത്താവ് കാര്യങ്ങളെല്ലാം വളരെ നന്നായി ചെയ്തു. കർത്താവിന്റെ നടത്തിപ്പ് അതിന്മേലുണ്ടായിരുന്നു, പകൽ ആ വിവാഹ ശുശ്രൂഷ നടത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും പ്രിയ പൈതന്റെ ദൈവം ചൊല്ലിയിട്ട് വേണ്ടി പ്രാർത്ഥിപ്പാനായി സമയം നമ്മൾ ഒരുങ്ങുകയാണ്. അവന്റെ ജനനം മുതൽ ഈ പ്രായം വരെ ദൈവം അവനെ നടത്തി. അവന്റെ ജീവിതത്തിൽ വേണ്ടുന്ന നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ ദൈവം നൽകി. ആരോഗ്യം നൽകി, സൗന്ദര്യം നൽകി, വളർച്ച നൽകി, ആവശ്യമായ വിദ്യാഭ്യാസം നൽകി. അവൻ സഞ്ചരിച്ച മേഖലകളിൽ പോയിരുന്ന ഇടങ്ങളിലെല്ലാം നല്ല സാക്ഷ്യം പുലർത്തി അനുഗ്രഹിക്കപ്പെട്ടവനായി ഒരു ദൈവ പൈതലായി ജീവിക്കാൻ പ്രിയ പൈതലിന് ദൈവം ഭാഗ്യം നൽകി. അവനെ ചൊല്ലി ഇത്രത്തോളം സന്തോഷത്തോടെ നമുക്ക് കാണുവാനും അവന്റെ ഭാവിയിൽ ഇത്രത്തോളം ആശ്വാസം അനുഭവിക്കാനും കർത്താവ് നമുക്ക് കൃപ നൽകി. അവന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക വഴിത്തിരിവിലേക്ക് ഇന്ന് പകൽ നയിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ പൈതന്റെ മേൽ ദൈവം പകരണം. അവന് ലഭിക്കുന്ന ജീവിത പങ്കാളി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരണം. ഇന്ന് പകൽ നമ്മുടെ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം, ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. എല്ലാം ഓർത്ത് അല്പനേരം നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ജോസ്റ്റാൻ ഇപ്പോൾ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുക. കർത്താവേ, സഭയായിട്ട് ഈ വാത്സല്യ ഭവനത്തിന്റെ തണലിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കുന്ന ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രിയ ടോണിമോനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തക്ക സമയത്ത് കർത്താവ് ഒരിക്കൽ തുണയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് പ്രിയ പൈതലിന്റെ വിവാഹം ഹല്ലേലൂയ ദൈവമായ കർത്താവ് ശുശ്രൂഷകൾ നടക്കുകയാണല്ലോ കർത്താവെ, ഹല്ലേലൂയ. അതിനായിട്ട് അടിയങ്ങൾ അവിടേക്ക് കടന്നു പോകുന്ന കർത്താവെ സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ കർത്താവെ സ്തോത്രം. അവൻ ജനിച്ച സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിന്റെ കാവലും കരുതലും പ്രിയ പൈതലിനോട് കൂടെ ഇരുന്നു കർത്താവെ സ്തോത്രം. ഇത്രത്തോളം അവിടുന്ന് കൊണ്ടുവന്നു ഹല്ലേലൂയ. ഉന്നതമായ വിദ്യാഭ്യാസം
വിദ്യാഭ്യാസം നൽകി. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി ജീവിക്കുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. സമയമായപ്പോൾ കർത്താവ് ഒരുക്കിയ ഈ നല്ല തുണയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് കുടുംബജീവിതം ആരംഭിക്കുന്ന എന്റെ പൈതന്റെ മേലെ കർത്താവേ സ്തോത്രം, അവിടുത്തെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ചൊരിയണമെന്ന് ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, വിവാഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശ്രേഷ്ഠവും മാന്യമായ ശുശ്രൂഷകൾ നടക്കുവാന്, ദൈവത്തിന് പ്രസാദകരമായ ശുശ്രൂഷ നടക്കുവാന് ദൈവം സഹായിക്കണമേ കർത്താവേ. ക്ഷണിക്കപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. വിവാഹം ആശംസിക്കുന്ന ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. മെസ്സേജ് നൽകുന്ന ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. അധ്യക്ഷനായി കർത്താവേ, ഞങ്ങളുടെ ദൈവദാസനെ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ബലപ്പെടുത്തണമേ കർത്താവേ. ശ്രേഷ്ഠമായിട്ട് ഹല്ലേലൂയ വിവാഹ ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ തക്കോണം ഗണദാസനെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ജോർജ് വർഗീസിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഷൈൻ സൗരിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നീ ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. ദേവന്റെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. വിവാഹത്തിൽ സംബന്ധിക്കുന്ന ഇരു കുടുംബത്തിന്റെയും പ്രിയപ്പെട്ടവരെ, ക്ഷണിക്കപ്പെട്ടവരെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ യാത്രയെ കർത്താവ് അനുഗ്രഹിക്കണമേ. വഴിയിലെങ്ങും ഒരു തടസ്സം ഉണ്ടാകല്ലേ കർത്താവേ. സമയത്തിന് എത്തിച്ചേരുവാനും ഹല്ലേലൂയ കർത്താവേ, ശുശ്രൂഷകൾ സമയത്തിന് ആരംഭിക്കുവാനും ദൈവം സഹായിക്കണമേ കർത്താവേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആർക്കും ഒരു പ്രയാസമോ ഹല്ലേലൂയ ഭാരമോ ഉണ്ടാകാൻ ദൈവം ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എല്ലാ വിധത്തിലും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മഹത്വം അപ്പച്ചനെടുക്കണം. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സകലത്തിനും ആരംഭം കുറിച്ചവനും സകലത്തിന്റെയും ഉടമസ്ഥനുമായ കർത്താവിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അവിടുന്ന് ഒഴികെ ഒരു നന്മയും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ജീവിതയാത്രയിൽ ഇന്ന് വരെ ഞങ്ങളെ ഭംഗിയായി നടത്തിയ, ഭംഗിയായി പരിപാലിച്ച അവിടുത്തെ വലിയ കരുതലുകളെ, നന്മകളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ ഭൂമിയിൽ ജനിക്കുവാനും ജീവിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങൾ തരുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവ് ഞങ്ങൾക്ക് നൽകുകയും തലമുറകളെ നൽകുകയും അവരുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഓരോ കാര്യങ്ങളും യഥാസമയത്ത് നന്നായും ഭംഗിയായും ചെയ്യുന്ന മഹാദൈവത്തിന്റെ മുമ്പിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു, മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയ ജോർജ് വർഗീസ്, ഷൈനിയാന്റി, അവരുടെ തലമുറകൾ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടുവാൻ ഈ കുടുംബത്തെ ദൈവം നടത്തിയ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം അവരെ ഐശ്വര്യമായി അനുഗ്രഹിച്ചല്ലോ കർത്താവേ. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയാൻ കർത്താവേ ആത്മീയ അനുഭവങ്ങൾ ദൈവർക്ക് നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പിന്നിട്ട കാലങ്ങളെല്ലാം ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. ഞങ്ങൾ കടന്നുപോയ എല്ലാ ദുർഘട മേടുകളും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ എല്ലാം ദൈവം ഞങ്ങൾക്ക് നല്ല അപ്പനായിരുന്നു. അവിടുന്ന് എല്ലാം ദൈവം ഞങ്ങൾക്ക് നല്ല അമ്മയായിരുന്നു, മാറാത്ത സ്നേഹിതനായിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് സഹോദരനായിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാമായിരുന്നു. ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകിയ ഈ മകന് അവന്റെ ജനനം മുതൽ ഈ പ്രായം നടത്തിയല്ലോ. അവൻ ആരോഗ്യം നൽകി, സൗന്ദര്യം, വിദ്യാഭ്യാസം, അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ അവന് നൽകി. ആരെ കൊണ്ടും ഇതുവരെയും ജീവിക്കുവാൻ അവന് ദൈവം കൃപ നൽകി. ഭാഗജീവിതത്തിന്റെ സമയമായപ്പോൾ തക്കതായ ഒരു തുണയെ കണ്ടെത്തുവാനും അതിന്റെ ആലോചനകൾ പൂർത്തീകരിക്കപ്പെടുവാനും കൃപ നൽകി. ഞങ്ങളുടെ പൈതൽ ജീവിതത്തിന്റെ ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയം ഞങ്ങൾ അവന്റെ ശിരസിൽ അനുഗ്രഹിച്ച, കൈവച്ച് അനുഗ്രഹിച്ച സ്വർഗം തുറന്ന എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ മേൽ പകരുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആകാശം തുറന്നുള്ള അനുഗ്രഹങ്ങൾ, സ്വർഗം തുറന്നുള്ള അനുഗ്രഹങ്ങൾ മേൽ ചൊരിയപ്പെടേണ്ടതിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടവനായി തീരട്ടെ. ഉത്തമ കുടുംബ ജീവിതത്തിന് വേണ്ട എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും പ്രിയ ടോണിമോന്റെ മേൽ ദൈവം നൽകണമേ. ഞങ്ങളതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക.
അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവളെ അനുഗ്രഹിക്കണമേ. പ്രിയ മകൾ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു കയറുന്നത് ഈ ഭവനത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. എല്ലാ വിധത്തിലും ഈ കുടുംബജീവിതം അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. ശുശ്രൂഷകൾക്കായി ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. തിരുകൃപ കൊണ്ട് ഞങ്ങളെ മറക്കണമേ. ഞങ്ങളുടെ പൈതലിനെ ശാരീരികമായി ബലപ്പെടുത്തണം, മാനസികമായവനെ ബലപ്പെടുത്തണം, ആത്മീകമായവനെ ദൈവം ബലപ്പെടുത്തണം. ഞങ്ങൾ ഇന്ന് കാണുന്നതിനേക്കാൾ അപ്പുറമായി കർത്താവ് ചിലത് അവരെ കുറിച്ച് കാണുന്നതിനായി ഞങ്ങൾ ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമാണ്. ഞങ്ങളുടെ കർത്താവ് ആരംഭത്തിൽ തന്നെ അവസാനവും കാണുന്ന ദൈവമാകുകയാൽ സർവവും കാണുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ പൈതലിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അവന് അനുഗ്രഹ വിഷയമായി തീരണം കർത്താവേ. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും അവനെ നിറയ്ക്കണമേ. ഇന്ന് പകൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളുടെ ഗമനാഗമനങ്ങളിൽ ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകണം. ദൈവമേ, പ്രാർത്ഥന തലമുണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമാധാനത്തോടെ കടന്നു പോകട്ടെ. എല്ലാം കഴിഞ്ഞ് സൗഖ്യത്തോടെ മടങ്ങി വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ജീവനുള്ള പിതാവേ. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ പൈതൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവം നൽകുന്നതിനായി, ദൈവത്തിന്റെ സാന്നിധ്യം പകരുന്നതിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിനിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഭവനത്തോടും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിച്ച് കടന്നു പോകുന്ന പ്രിയ പൈതലിനോടും അവന്റെ ഭാവി ജീവിതത്തോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവകുഞ്ഞാടിന് മഹത്വം.
അവനായിരിക്കുന്ന അന്നല്ല ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഒരുക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്ത സർവശക്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഇന്ന് പകലിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ പ്രിയ ടോണിയുടെയും ലൗലിയുടെയും ജീവിതത്തിൽ നിർവഹിപ്പാൻ അങ്ങേക്ക് ഹിതമായതിനാൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വിവാഹ ഉടമ്പടിയിലൂടെ ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സമർപ്പണത്തോടെ വന്നിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ കൃപകളും ദൈവികമായ അനുഗ്രഹങ്ങളും അവരുടെ മേൽ പകർന്നവിടുന്ന് സഹായിക്കണമേ. ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അങ്ങടത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ ധാരാളമായി അങ്ങയുടെ ദാസൻ്റെ മേൽ പകരണമേ. അങ്ങയുടെ വചനം സംസാരിക്കുന്ന അങ്ങയുടെ ദാസനായി ഈ ശുശ്രൂഷയുടെ ഉഭയസമ്മതം ചൊല്ലിക്കൊടുത്ത് നിൻ്റെ മക്കളെ ഒരു പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ക്ഷണിക്കപ്പെട്ടു വന്നിരിക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപ ധാരാളമായി നിൻ്റെ മക്കളുടെ മേൽ കർത്താവ് പകരണമേ. ഇന്ന് പകലിലെ ശുശ്രൂഷകളുടെ എല്ലാറ്റിൻ്റെ മേലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഉണ്ടാകണം. എല്ലാ ക്രമീകരണങ്ങളും കർത്താവിൻ്റെ നാമ മഹത്വത്തിനാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കണം പിതാവേ. പ്രാർത്ഥനയോടെ ആദ്യോടൊപ്പം നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. രാജാധിരാജൻ ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. മണ്ണിലും വിണ്ണിലും
നന്ദനൻ നീ യോഗ്യനാ, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പായെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. സ്വർഗസുഖം നേടിഞ്ഞൻ പാപം തീർപ്പാൻ ദൈവത്തിൻ കുഞ്ഞാടായി ഭൂവിൽ വന്നു. നീ അറുക്കപ്പെട്ടു നിന്നീണം ചിന്തി വീണ്ടെടുത്തെന്നെയും നീ യോഗ്യനാ. നീ അതും യോഗ്യൻ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യൻ. അവനെന്നും യോഗ്യൻ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ക്രൂശിലക്കൂരിരുളിൽ ഏകനായി ദൈവത്താൽ കൈവിടപ്പെട്ടവനായി നീ സഹിച്ചു ദൈവക്രോധമതെല്ലാം. എൻ പാപം മൂലമായി നീ രോഗമായി. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ആ നിൽക്കുന്ന നിൽപ്പിൽ നാം നിൽക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിൻസെന്റ് മത്തായി അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് 45 സങ്കീർത്തനം വായിക്കുകയും അതേ തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാരായ ബ്രദർ ഐസക്, പാസ്റ്റർ KG ജോയ്ക്കുട്ടി അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. 45 സങ്കീർത്തനം വായിക്കുന്നു. എൻ്റെ ഹൃദയം ശോധനത്താൽ കവിയുന്നു. എൻ്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമൃദ്ധനായ ലഖൻ്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നും എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിൻ്റെ വാൾ അരയ്ക്ക് കെട്ടുക. നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ ഹൃദാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്തെ അവ തറയ്ക്കുന്നു.
ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദയിലും കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദ്രവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്താമന്ദിരത്തിൽ നിന്ന് കമ്പിനാഥ് നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഒഫീർതങ്കം അണിഞ്ഞ് നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായിക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സമുദ്രത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ച് കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവുകൊണ്ട് ഉള്ളത്. അവളെ ചിത്രതയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ബ്രദർ ഐസക്, നമുക്ക് തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ പകൽക്കാലം രാവിലെ സമയം പ്രിയ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ദൈവമക്കളും ദൈവസഭയുമായി ചേർന്ന് ബന്ധുജനങ്ങളുമായി ചേർന്ന് ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂടിവരവിൻ്റെ ഉദ്ദേശം കർത്താവ് അറിയുന്നല്ലോ. കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബാല്യവും കൗമാരവുമൊക്കെ അനുഗ്രഹമായി നീ അവരെ നടത്തിയതിനായി സ്തോത്രം. ആത്മീയ പശ്ചാത്തലമുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളായി വളരുവാൻ നീ അവർക്ക് കൊടുത്ത നല്ല സന്ദർഭത്തിനും സാഹചര്യത്തിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ വിദ്യാഭ്യാസം കൊടുത്തു, അനുഗ്രഹിക്കപ്പെട്ടതായ ജോലി കൊടുത്ത് യൗവനപ്രായത്തിൽ വിവാഹത്തിൻ്റെ സമയമായപ്പോൾ മാതാപിതാക്കൾ ആലോചിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, സ്തോത്രം. വധുവരന്മാർ പരസ്പരം ഇഷ്ടപ്പെട്ട് ഈ വിവാഹത്തിലേക്ക് വന്നുവെങ്കിലും ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിത പങ്കാളികളായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൂർവ്വകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവസന്നിധിയിൽ അതേ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് ദേശത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച നിൻ്റെ വഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരെ ഞങ്ങളിപ്പോൾ നന്ദിയോടെ സ്മരിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഈ ശുശ്രൂഷകളെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കണമേ. ദൈവമേ, സ്തോത്രം. ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട കർത്തൃദാസന്മാരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, നിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാൻ കർത്താവ് കരുണ ചെയ്യേണ്ടതിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചപേക്ഷിക്കുന്ന കർത്താവേ, ധീരാബാറാഷിര. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കർത്താവ് എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ നിന്റെ മക്കളെ ശക്തീകരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ ടോണിയുടെയും പ്രിയ ലവ്ലിയുടെയും വിവാഹ ആലോചനയുടെ ആരംഭം മുതൽ കർത്താവ് കൂടെയിരുന്നു. നല്ല ആലോചനക്കാരനായി കർത്താവ് സഹായിച്ചു. ആലോചിച്ച് തീരുമാനിച്ച പ്രകാരം ഇന്നേ ദിവസം അവർ വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് നന്ദി കർത്താവേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാക്കണമേ. നിയുക്ത ദമ്പതികൾക്ക് മാത്രമല്ല, ഇവിടെ കടന്നു വരുന്ന എല്ലാവരും അവരുടെ കുടുംബജീവിതം ശോധന ചെയ്യുവാനും ദൈവവചനത്തിന് ഒത്തവണ്ണം സമർപ്പിക്കുവാനും ഇവിടെ നടക്കുന്ന വചന ശുശ്രൂഷ ഗാനങ്ങൾ എല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആദിയോടന്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ നടത്തിപ്പ് അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയ മകൻ ടോണി ജോർജ് വർഗീസിൻ്റെയും ലവ്ലി അലക്സിൻ്റെയും വിവാഹത്തിൽ പങ്കെടുക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളികളായി തീരുവാൻ ദൈവമൊരുക്കിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2025 സംവത്സരം അവസാനിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവമൊരുക്കിയ വിലയേറിയ നന്മ കാണുവാനും അത് അനുഭവിപ്പാനും അതിൽ കണ്ട് സന്തോഷിപ്പാനും കർത്താവ് ഒരുക്കിയ വിലയേറിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹാലോചന വന്ന സമയം മുതൽ നാം ഇരു കുടുംബങ്ങളും അതിനുവേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ വിവാഹ ദിവസം ഇത്രത്തോളം പ്രിയപ്പെട്ടവർക്ക് ഇരുഭാഗത്തു നിന്നും വളരെ സൗഖ്യത്തോടെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുവാൻ, ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഇതുവരെയും ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന് അർപ്പിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും വേണ്ടുന്ന ആത്മീക ഭൗതിക നന്മകൾ എല്ലാം ചെയ്തു തന്ന് നമ്മെ കുടുംബങ്ങളായി നടത്തുന്ന പരിപാലിക്കുന്ന കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതകളെയും കൃപകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാം ഇവിടെ വരുവാൻ കാരണക്കാരായി തീർന്ന പ്രിയ മകൻ ടോണി ജോർജ് വർഗീസ്, പ്രിയ മകൾ ലവ്ലി അലക്സ് പ്രത്യേകം വന്ദനം പറയുന്നു. അവരുടെ ഇരുവരുടെയും കുടുംബങ്ങളിലെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ചാർച്ചയിൽപ്പെട്ടവർ, സഭാജനങ്ങൾ, ഇരു സഭകളിലും പെട്ട പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ ദാസന്മാരായ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് അനേക ദൈവദാസന്മാർ നമ്മളോട് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പാനായി കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രധാനമായും ഇന്ന് പകൽ നമ്മുടെ ഈ ശുശ്രൂഷ, വിവാഹ ശുശ്രൂഷ ആശീർവദിപ്പാനായി നാം ക്ഷണിച്ചിരിക്കുന്നത് കർത്താവിൽ വളരെ പ്രസിദ്ധനായ കർത്തൃദാസൻ പാസ്റ്റർ വർഗീസ് എബ്രഹാം അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം അല്പസമയം കഴിഞ്ഞാണെങ്കിൽ ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രിയ കർത്തൃദാസൻ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചേരും. പ്രിയ കർത്തൃദാസനെ പ്രത്യേകാൽ തൻ്റെ അസാന്നിധ്യത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് പകൽ ദോഹ IPC ശാലേം ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് തോമസ് അവറുകൾ, അദ്ദേഹം ദീർഘവർഷങ്ങളായി പ്രിയ ജോർജ് വർഗീസ് കുടുംബവും ദോഹയിലുള്ള IPC ചർച്ചിലാണ് കൂടി വരുന്നത്. അവിടെ അനേക കർത്തൃദാസന്മാർ ശുശ്രൂഷകളിലായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ശുശ്രൂഷകനായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തൃദാസനാണ് പാസ്റ്റർ സന്തോഷ് തോമസ് അവറുകൾ. അദ്ദേഹമാണ് മുഖ്യമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സന്ദേശം അറിയിക്കുന്നത്. ബഹുമാന്യ കർത്തൃദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹൃദ്യമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു, വന്ദനം പറയുന്നു. അതുകൂടാതെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന, പിതൃതുല്യം സ്നേഹിക്കുന്ന കർത്തൃദാസനാണ് പാസ്റ്റർ KC ശാമുവൽ അവറുകൾ. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ വിവാഹാനന്തരമായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനായി ആ ശുശ്രൂഷയ്ക്കായി നിയുക്തനായിരിക്കുന്നത് കർത്താവിദാസൻ പാസ്റ്റർ KC ശാമുവൽ അവറുകളാണ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രത്യേകം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു, വന്ദനം പറയുന്നു. കൂടാതെ മറ്റനേക കർത്തൃദാസന്മാർ ഈ സദസ്സിൽ നമ്മളോടൊപ്പം വന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഇവരെ കൂടാതെ മറ്റനേക കർത്തൃദാസന്മാർ നമ്മളോടൊപ്പം സംബന്ധിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം ഒരു തിരക്കുള്ള ദിവസമാണ്, പലർക്കും വന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ കർത്തൃദാസന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോർജ് വർഗീസിനോടും കുടുംബത്തോടുമുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ നമ്മുടെ നടുവിലായിരിക്കുന്നു. ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന മറ്റൊരു കർത്തൃദാസനാണ് പാസ്റ്റർ KG ജോയ്ക്കുട്ടി അവറുകൾ. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, പ്രത്യേകം വന്ദനം പറയുന്നു. കർത്താവിദാസൻ പാസ്റ്റർ മത്തായി, പാസ്റ്റർ VG തോമസ് കുട്ടി അവറുകൾ, പാസ്റ്റർ കുര്യൻ ഫിലിപ്പ്, പാസ്റ്റർ ഫിന്നി ജോസഫ്, പാസ്റ്റർ ജോൺസൺ ദാനിയൽ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയുന്നു. പാസ്റ്റർ PG എബ്രഹാം, പാസ്റ്റർ സജി ദാനിയൽ, പാസ്റ്റർ സജി കുര്യൻ, അങ്ങനെ ഇവിടെ സംബന്ധിക്കുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന വാത്സല്യ അനുഗ്രഹീതരായ കർത്തൃദാസന്മാരെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പ്രത്യേകം നിങ്ങളെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം അരുളുകയും ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുന്ന
ഇമ്മാനുവേൽ ഹെൻറി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങൾ, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, പ്രത്യേകം വന്ദനം പറയുന്നു. ഇവിടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഇരു കുടുംബങ്ങളെയും ക്ഷണം സ്വീകരിച്ച് വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ വളരെ സന്തോഷത്തിലാണ്. പ്രിയ ടോണി ജോർജ് വർഗീസ്, ലവ്ലി അലക്സ് അവരുടെ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിൽ അവർ ധന്യരാണ് എന്നറിയുമ്പോൾ, അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ദൈവം അവരെ നടത്തിയ വഴികൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ കുടുംബാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ ഓർക്കുവാനായിട്ടുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം. വളരെ പ്രാർത്ഥനയോടെ നാം ഈ വിവാഹത്തിന് സാക്ഷികളാകുക മാത്രമല്ല, ആത്മാർത്ഥമായി നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സാക്ഷികളാകുകയും ചെയ്യുമ്പോൾ അവരുടെ ധന്യമായ കുടുംബജീവിതത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പ്രിയ ടോണി ജോർജ് വർഗീസിനെ പറ്റി പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദീർഘവർഷങ്ങളായി 1999 ലാസ്റ്റോടുകൂടെയാണ് പ്രിയ ജോർജ് വർഗീസ് ഷാൻ്റെ ഭവനത്തിനടുത്ത് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ആ കാലം മുതൽ IPC ഇമ്മാനുവേൽ വെട്ടിക്കോട് സഭയ്ക്ക് വളരെ കൈത്താങ്ങലായി നിൽക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ കുടുംബമാണ് പ്രിയ ടോണിമോൻ്റെ പിതാവ് ജോർജ് വർഗീസ് ഷാനും പ്രിയ ഷൈനി ആൻറ്റിയും അവരുടെ തലമുറകളും. ആ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വലിയ പങ്കാളിത്തമുള്ള കുടുംബമാണ് പ്രിയ ജോർജ് വർഗീസ് ഷാൻ്റെ കുടുംബം. അപ്പോസ്തലനായ പൗലോസ് ലീഗ തൻ്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ അതിൽ വ്യക്തിപരമായി പലരെയും പരാമർശിക്കാറുണ്ട്. അതിൽ ചിലരുടെ കാര്യം പരാമർശിക്കുന്നത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിച്ചവനായ ഇന്ന വ്യക്തി എന്ന് പറഞ്ഞ് പൗലോസ് പരിചയപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ്. അതുപോലെ പ്രിയ ജോർജ് വർഗീസ് ഷാനെയും കുടുംബത്തെക്കുറിച്ച് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രാഗൽഭ്യമുണ്ട്. വളരെയധികം അത് അനുഭവത്തിൽ നിന്നാണ്, മുഖസ്തുതിയായി പറയുന്നതല്ല. അദ്ദേഹത്തെക്കുറിച്ച് അധികം കാര്യങ്ങളൊന്നും പറയുന്നതിനുള്ള അനുവാദം ഇവിടെ തന്നിട്ടില്ല. വളരെ നല്ല വിലക്കോടെയാണ് ഞാനിവിടെ നിൽക്കുന്നതും. എടുത്തു പറയാൻ ഒത്തിരി കാര്യങ്ങൾ മാന്യ കർത്തൃദാസിനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഉണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് സഭയായിട്ട് ഓർക്കുമ്പോൾ നന്ദിയോടെ സ്മരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ദാസൻ അവിടെ മാത്രമല്ല, ആത്മീയ ലോകത്തിൽ താൻ ദോഹയിൽ ദീർഘവർഷങ്ങളായി കുടുംബമായി ദോഹ IPC ശാലേം ചർച്ചിനോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾക്കും ഒറീസ പോലുള്ള സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ് എന്നുള്ള നിലയിൽ വളരെയധികം സന്തോഷത്തോടെ ആ കാര്യങ്ങൾ ഓർക്കുന്നു. അപ്പോൾ തന്നെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആരും അറിയുന്നതിന് താല്പര്യമില്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസനാണ്. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ആ കുടുംബത്തെ പണിയുന്നതിനും തൻ്റെ ആത്മീയ ഭൗതിക കാര്യങ്ങളിലൊക്കെ വളരെ ഉത്സാഹിയായി പ്രിയ ഷൈനി ആൻറ്റിയും നിൽക്കുന്നു. കുഞ്ഞുങ്ങളും അതോടൊപ്പം അതേ മാതൃക തുടരുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ടോണിമോനെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. അവൻ്റെ ചെറിയ പ്രായം മുതൽ വളരെ ഭക്തനായി ആത്മീകനായി അവനെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അനുഗ്രഹീതനായി നിലകൊള്ളുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകമായ കഴിവുകളുള്ള പൈതലാണ്. പൊതുവെ ശാന്തനാണ് പ്രിയ ടോണി എന്നുള്ളത് ഞങ്ങൾക്ക് അനുഭവമാണ്. ഇനി വ്യക്തിപരമായി ഞാൻ ഒത്തിരി അടുത്തിട്ടില്ല. എത്രത്തോളം ശാന്തതയുണ്ടെന്ന് ഇനി ലവ്ലിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇനിയുള്ള ശാന്തതയെല്ലാം കർത്താവ് പ്രിയ മകനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ധന്യമായ ജീവിതത്തിന് ഉടമയായിട്ട് പ്രിയ വൈതലിനെ ദൈവമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ടോണി മോനെ അനുഗ്രഹിക്കപ്പെട്ട 2 സഹോദരിമാരുണ്ട്. മൂത്ത സഹോദരി ഡോക്ടർ ടിനു, ഹസ്ബൻഡ് ഡോക്ടർ ജോൺ തോമസ്. അവരെ 2 പേരെയും ഓർത്ത് അവർക്ക് ലഭിച്ച ഒരു പൈതൽ അവർക്കുണ്ട്. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരിത്താസ് ഹോസ്പിറ്റലിൽ പ്രിയ കുഞ്ഞുങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ആ കുടുംബം. ഇളയ സഹോദരി ടാനിയ, അവൾ US സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ എല്ലാവരും വളരെ ആത്മീകരും ദൈവഭക്തരുമായ കുഞ്ഞുങ്ങളാണ്. ജോർജ് വർഗീസ് ഷാനും ആൻറ്റിയും എത്രമാത്രം കുഞ്ഞുങ്ങളെക്കുറിച്ച് ആത്മീയ നിലവാരം ആഗ്രഹിക്കുന്നോ അതിന് പ്രകാരം ചുവടുവെക്കുന്ന നല്ല തലമുറകളെ ദൈവർക്ക് നൽകി. കാട്ടൂർ കളിക്കൽ ഫാമിലി വെട്ടിക്കോട് ദേശത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയിൽ നിന്ന് ജോർജ് വർഗീസ് ഷാനും കുടുംബവുമാണ് വിശ്വാസപാതയിൽ സുവിശേഷ സത്യങ്ങൾ അനുസരിപ്പാൻ ഇറങ്ങിത്തിരിച്ചത്. ആ കുടുംബം എല്ലാവർക്കും ഒരാശ്വാസമായിരിക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വധു ലവ്ലി അലക്സ് എനിക്ക് പ്രിയ മകളെക്കുറിച്ച് പറയുന്നതിൽ
വളരെയധികം സന്തോഷമുണ്ട്. പ്രിയ മകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, ആത്മീക പൈതൃകമുള്ള കുടുംബത്തിലെ മകളാണ് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് ദിവസങ്ങളിലെ പരിചയമാണ് പ്രിയ മകളെക്കുറിച്ച് എനിക്കുള്ളത്. അവളുടെ പേര് പോലെ തന്നെ സ്നേഹവും കരുതലും ഒക്കെയുള്ള ദൈവകൃപയുള്ള ഒരു പൈതലായിട്ട് അടുത്ത് മനസ്സിലാക്കാൻ കർത്താവ് സാവകാശം തന്നു. പ്രിയ ലവ്ലിയുടെ പിതാവ് പ്രിയ അലക്സ് വർഗീസ്, പ്രിയ അച്ചായന്, പ്രിയ സൂസൻ ആൻറ്റി, അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക കുടുംബമാണ്. അവർ വളരെ ധന്യരാണ്. അനേക വർഷങ്ങൾ വിശ്വാസ ജീവിതത്തിൽ പഴക്കമുള്ളവരാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ പാരമ്പര്യം അവർക്ക് പറയാനായിട്ടുണ്ട്. TPM സഭയോടുള്ള ബന്ധത്തിൽ കുടുംബമായി പിതാക്കന്മാരുടെ കാലം മുതലേ കർത്താവിനെ സേവിച്ചും ആ സഭയിൽ വളരെ വിശ്വസ്തമായി നിൽക്കുന്നു. ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ താൻ നാട്ടിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മീയ നിലവാരം വളരെ നന്നായി പുലർത്തുന്ന അനുഗ്രഹീതനായ കുടുംബമാണ് പ്രിയ അലക്സ് ചാൻ്റെ കുടുംബം. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ പിതാക്കന്മാർ, പ്രിയപ്പെട്ടവരൊക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. ധന്യമായ ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ മകന് തുണയായൊരു മകളെ കർത്താവ് നൽകിയതോർത്ത് ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൂടാതെ പ്രിയ ലവ്ലിക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 സഹോദരിമാരുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ലവീന, ലിയ എന്നാണ് അവരുടെ പേരുകൾ. അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ സമർത്ഥരാണ്, മിടുക്കരാണ്. അങ്ങനെ വളരെ ആത്മീക പൈതൃകമുള്ള ഒരു കുടുംബത്തിൽ ബന്ധുത ചേരാൻ ഞങ്ങളുടെ കുഞ്ഞിന് ദൈവം സാവകാശം നൽകി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചർച്ചിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ഒരു യുവാവിന് ഒരു യുവതിയെ വേണം, ഒരു യുവതിക്ക് ഒരു യുവാവിനെ വേണം. അതൊരു പ്രാർത്ഥനാ വിഷയമായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത പ്രാർത്ഥനാ വിഷയമാണ് അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ. അവരും ഞങ്ങൾക്ക് നല്ല കുടുംബങ്ങളായി, വ്യക്തികളായി ലഭിക്കണം. അതിൻ്റെയൊക്കെ ഒരു മറുപടിയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പറയാതിരിക്കാൻ സാധ്യമല്ല. എല്ലാ മാനവും മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ എല്ലാവിധത്തിലും അനുഗ്രഹമായി തീരാൻ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളുടെ ക്രമീകരണം പറയുന്നു കർത്താവിൻ്റെ ദാസൻ സന്തോഷ് തോമസ് അവറുകൾ. തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വർഗീസ് അബ്രഹാം അവറുകൾ IPC റാന്നി ഈസ്റ്റ് സെൻറ്റർ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ കർത്താവിൽ പ്രസിദ്ധനാണ്. അനേകം സ്റ്റേജുകളിൽ പ്രിയ കർത്തൃദാസൻ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹൃദ്യമായ അദ്ദേഹത്തെ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സന്തോഷ് തോമസ് പാസ്റ്റർ വചനം ശുശ്രൂഷിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊയർ ഒരു ഗാനത്തിൻ്റെ ചില ഇരടികൾ പാടും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിറവേറട്ടെ നിന്നിഷ്ടം
ഞാനൊരിക്കലും പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജ്യം നിന്ന് എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ. ഉമ്മതൻ നടച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ. വീണു ഞാൻ പലതവണയായി, ഓടി ഞാൻ നിൻ പാതി വിട്ട്, പോയി ഞാൻ നിൻ സന്നിധി നിന്ന്, മാറി ഞാൻ നിൻ ചാരി നിന്ന്. വീണു ഞാൻ പലതവണയായി, ഓടി ഞാൻ നിൻ പാതി വിട്ട്, പോയി ഞാൻ നിൻ സന്നിധി നിന്ന്, മാറി ഞാൻ നിൻ ചാരി നിന്ന്. നിൻ സ്നേഹം മാറിയില്ല, നീ എന്നെ തള്ളിയില്ല. നിൻ മുഖം മറച്ചതില്ല, വാഗ്ദത്തം മായ്ച്ചതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ. മാവേലിക്കര കറ്റാനത്ത് ടോണി വർഗീസിൻ്റെയും കൊല്ലം കുണ്ടറയിൽ ലൗലി അലക്സിൻ്റെയും വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണം സ്വീകരിച്ച് അണിയിച്ചൊരുക്കിയ മനോഹരമായ ഈ ഓഡിറ്റോറിയത്തിൽ സന്നിഹിതരായിരിക്കുന്ന നിത്യതയുടെ വിത്ത് ചുമക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, ഇരുവിഭാഗത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായ ബന്ധുമിത്രാദികൾ, സഭാജനങ്ങൾ, നല്ലവരിൽ നല്ലവരായ നിങ്ങളേവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെയും സ്നേഹവന്ദനമറിയിക്കുന്നു. മനോഹരമായ വിവാഹ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷപദമലങ്കരിക്കുന്ന കറ്റാനം IPC സഭയുടെ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ AP വർഗീസ് അവറുകൾ, സർവശക്തനായ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഈ വിവാഹ ശുശ്രൂഷയെ ആശീർവദിക്കുവാൻ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന, ഹൃദയത്തിൽ ആത്മാവിൻ്റെ അഗ്നിയുമായി പ്രഭാഷണ വേദികളിൽ കഴിഞ്ഞ ഏറിയ വർഷങ്ങളായി ഒരു ശക്തമായ ദൈവശബ്ദമാകുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഏവർക്കും പ്രിയങ്കരനായ ജനപ്രിയ പ്രഭാഷകൻ രാജു മേത്ര എന്നറിയപ്പെടുന്ന പാസ്റ്റർ വർഗീസ് എബ്രഹാം,
നവദമ്പതികളെ ശിരസിൽ കരം വെച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ, ഞാനേറെ ബഹുമാനിക്കുന്ന പാസ്റ്റർ KC ശാമുവൽ അവർകൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ അഭിഷിക്തരായ അനവധി കർത്തൃദാസന്മാർ, പാസ്റ്റർ KG ജോയ്ക്കുട്ടി, വിൽസൺ മത്തായി, PG എബ്രഹാം, പാസ്റ്റർ റോയി വാഴമുട്ടം തുടങ്ങിയ ബഹുമാന്യരായ അനവധി നിരവധി കർത്തൃദാസന്മാരുടെ മഹനീയമായ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ടോണിയുടെ ഖത്തറിലെ പാസ്റ്റർ എന്ന നിലയിൽ ടോണിയുടെ വിവാഹത്തെക്കുറിച്ച് പങ്കെടുക്കുവാൻ എനിക്ക് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ഏവർക്കും മാന്യമായ, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും മറവനും കുറവനും ചണ്ടാലനും ചാമുണ്ടിയും ഈഴവനും ഷിയായോ സുന്നിയോ ഹരിജനോ ഗിരിജനോ ലോകത്തിലെ ഏത് ജാതി മത വർണ്ണവർഗത്തിൽപ്പെട്ടവർക്കും, സ്പ്രിങ് പോലെ മുടി കറുത്തിരുണ്ട ആഫ്രിക്കൻ നീഗ്രോകൾക്ക്, ഓറഞ്ചിൻ്റെ നിറമുള്ള അമേരിക്കൻ സായിപ്പുമാർക്ക്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരതത്തിൻ്റെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ള ലോകത്തിൻ്റെ 5 വൻകരകളിലും ഏറ്റവും ആർഭാടത്തോടെ, ഏറ്റവും ആനന്ദത്തോടുകൂടെ, ഏറ്റവും ആഹ്ലാദത്തോടുകൂടെ, ഏറ്റവും ആൾക്കൂട്ടത്തോടുകൂടെ നടത്താൻ ഇഷ്ടപ്പെടുന്നതാണ് വിവാഹം. ഈ വിവാഹ ശുശ്രൂഷയിൽ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന തങ്ങളുടെ പ്രിയങ്കരരായ കർത്തൃദാസന്മാരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് കുടുംബാംഗങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ 48 വർഷമായി ഖത്തറിൻ്റെ മനോഹരമായ മരുഭൂമിയിൽ അതിമനോഹരമായൊരു കൂട്ടായ്മയാണ് റാന്നി. അവിടെയുള്ള ഖത്തറിലുള്ള ശാലേം സഭ, ദോഹ ശാലേം സഭ. ആ സഭയുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകളും അനുമോദനങ്ങളും ആശംസകളുമായി കഴിഞ്ഞ രാത്രി ഞാൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായി ഈ നാട്ടിലേക്ക് എത്തിയത്. ഈ രാത്രി കഴിയുമ്പോൾ നാളെയുള്ള വർഷാവസാന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ വീണ്ടും ഖത്തറിലേക്ക് മടങ്ങുന്നു. ഈ മനോഹരമായ 2025 എന്ന വർഷം നമ്മെ വിട്ട് കടന്നു പോകുവാൻ ഒരു ചുവട് മാത്രം അവശേഷിക്കുന്ന സംഭവബഹുലമായ നാളുകളിൽ ഇവരുടെ ജീവിതത്തെ ഏറ്റവും ആനന്ദവും ആഹ്ലാദവുമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ അതുകൊണ്ടാണ് പ്രാർത്ഥനാ നിർഭരമായ സാന്നിധ്യവുമായി ദോഹ ശാലേം സഭയിൽ കഴിഞ്ഞ നാളുകളിൽ കുടുംബാംഗത്തെ പോലെ കുടുംബത്തെ സ്നേഹിച്ച ഒരു ദൈവദാസനെ പോലെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന അനവധി കർത്തൃദാസന്മാർ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ശാലേം സഭയുടെ ഘനഗൗരവമായ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ നിരവധി കർത്തൃദാസന്മാരുടെ പ്രാർത്ഥനാ നിർഭരമായ സാന്നിധ്യം കൊണ്ട് ഈ മനോഹരമായ വിവാഹ ശുശ്രൂഷ ആത്മീകമയമാണ്. കേരളക്കരയിലെ ശ്രുതി താളലയമേളങ്ങളോട് മനോഹരമായ ഗാനാലപനം കൊണ്ട് ക്രൈസ്തവ കൈരളിയെ പാടിയുണർത്തുന്ന ഇമ്മാനുവേൽ ഹെൻറിയും സംഘവുമെന്ന മനോഹരമായ സംഗീത ശുശ്രൂഷ കൊണ്ട് സപ്തതാളലയമേളങ്ങൾ ഒത്തുചേരുന്നത് കൊണ്ട് ഈ വിവാഹം സംഗീതമയമാണ്. ഏവർക്കും സ്വാദിഷ്ടമായ സൽക്കാരങ്ങൾ ഒരുക്കപ്പെടുന്നു എന്നതുകൊണ്ട് ഏറ്റവും നല്ലൊരു കേറ്ററിംഗ് വിഭാഗം ഇവിടെ രുചിഭേദ്യമായ മനോഹരമായ ഭക്ഷണമൊരുക്കുന്നു എന്നതുകൊണ്ട് ഇത് സ്വാദിഷ്ടമാണ് ഈ വിവാഹ ശുശ്രൂഷ. ഒരിക്കലും മറക്കാനാവാത്ത വണ്ണം ഈ നിമിഷങ്ങൾ ഒപ്പിയെടുക്കുവാൻ, എൻ്റെ കണ്ണിന് മുമ്പിൽ ഇനിയും കണ്ട് ആസ്വദിക്കുവാൻ, ഓർത്തോർത്ത് പ്രാർത്ഥിക്കുവാൻ, തലമുറകൾക്ക് വേണ്ടി പങ്കുവെക്കുവാൻ അവ അഫ്രപാളികളിൽ പതിയപ്പെടത്തക്കവണ്ണമായി അവ ക്യാമറ കണ്ണുകൾ ഇവിടെയുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും നാളുകളിൽ ഈ നിമിഷങ്ങൾ ആസ്വദിക്കണമെന്ന് അവരാത്മാർത്ഥമാവണ്ണം ആഗ്രഹിക്കപ്പെടുന്നു. ബന്ധുമിത്രാദികളുടെ സാന്നിധ്യം കൊണ്ട് ഈ വിവാഹത്തിന് വേണ്ടി പങ്കെടുക്കുവാൻ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് പ്രിയ ടാനിയ മോള് ഈ വിവാഹത്തിന് വേണ്ടി കടന്നു വന്നു. എല്ലാം കൊണ്ടും ആഹ്ലാദപരമാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി വിവാഹം എന്താണ്? വിവാഹം 2 വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ ജനിക്കപ്പെട്ട ആളുകൾ ഒന്നിക്കപ്പെടുകയാണ് ഇവിടെ. മുണ്ടക്കയത്തിൻ്റെയും കോരുത്തോടിൻ്റെയും എല്ലാ ഉൾമേഖലകളിലെ മലനിരകളിൽ നിന്ന് പൊട്ടിയൊഴുകി വരുന്ന മണിമലയാറും ശബരിമലയുടെ വനമേഖലകളിൽ നിന്ന് പൊട്ടിയൊഴുകി തുടങ്ങുന്ന പമ്പയാറും നമ്മുടെ സമീപത്ത് പുളിക്കീഴ് വെച്ച് 2 ആറുകൾ ഒത്തുചേരുന്നത് പോലെ ഖത്തറിലെ വൈവിധ്യമായ അനുഭവങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ ചെറുപ്പക്കാരനും
കൊല്ലം കുണ്ടറയിൽ വളർത്തപ്പെട്ടൊരു പെൺകുട്ടിയും ഇവിടെ വെച്ച് ഒന്നിക്കുകയാണ്. 2 കയറ് കഷ്ണങ്ങൾ കെട്ടി ഒന്നിക്കാം. 2 പേപ്പർ കഷ്ണങ്ങളെ ഫെവിക്കോൾ കൊണ്ട് നമുക്ക് ഒട്ടിച്ച് ഒന്നിക്കാം. 2 വെള്ളം കൂട്ടി ഒഴിച്ചാൽ അത് ഒന്നിപ്പിക്കാം. വെൽഡ് ചെയ്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഒന്നിക്കാം. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ള 2 ഹൃദയാത്മാക്കളെ, 2 മനുഷ്യാത്മാക്കളെ എങ്ങനെയാണ് ഒന്നിപ്പിക്കാനാവുക? പലരും പല മാധ്യമങ്ങൾ ഉപയോഗിക്കപ്പെടാറുണ്ട് ഒന്നിക്കുന്നു എന്നതിൻ്റെ അടയാളമായി. നമുക്ക് പല രംഗങ്ങളിൽ അറിയാം. പൂജാകർമ്മങ്ങളോടെ, കോടാനുകോടി മന്ത്രോച്ചാരണങ്ങളോടെ വിവാഹവേദിയുടെ ധരിക്കപ്പെടുന്ന വസ്ത്രത്തിന് മന്ത്രകോടി എന്ന് നാമകരണം ചെയ്ത വസ്ത്രത്തിൻ്റെ നൂലുകളിൽ നിന്ന് കൂട്ടിക്കെട്ടുന്നത് പോലെ ഒന്നിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സമൂഹങ്ങളുണ്ട്. താലിച്ചരട് കൊണ്ടോ മിന്നു ചരട് കൊണ്ടോ. ഉത്തരേന്ത്യയിൽ നിറപറയുടെയും നിലവിളക്കിൻ്റെയും മുമ്പിൽ വസ്ത്രാഗ്രങ്ങൾ കൂട്ടിക്കെട്ടിയൊക്കെ ഒന്നിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നവരുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഒന്നിക്കുക? വേദപുസ്തകം പറയുന്നു ദൈവമാണ് യോജിപ്പിക്കുന്നത്. നഗ്നനേത്രം കൊണ്ട് കാണുവാൻ കഴിയാത്ത അദൃശ്യനായ ദൈവത്തിൻ്റെ അഗ്നിമയമായ സാന്നിധ്യം ഇവിടെയുണ്ട്. ആദരണീയനായ കർത്തൃദാസന്റെ മാനുഷിക കരം കൊണ്ട് 2 കരങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ആകാശം ചായിച്ച് കാറ്റുകളെ ദൂതന്മാരാക്കി, മേഘത്തെ തേരാക്കി, അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരാക്കി ഇവിടെ നടകൊള്ളുന്ന അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവരെ യോജിപ്പിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വാരിയെടുത്ത ഒരു പിടി മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ മെനഞ്ഞിട്ട് അവൻ്റെ ഊരിയെടുത്ത അസ്ഥി കൊണ്ടൊരു സ്ത്രീരൂപം മെനഞ്ഞ് ആദ്യത്തെ മനുഷ്യ കുടുംബത്തിന്, ആദിമ ദമ്പതികൾക്ക് ആദമിനെയും ഹൗവയെയും തമ്മിൽ യോജിപ്പിച്ച അതേ ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യമാണ് ഈ 2025 ഡിസംബർ 30-നും വിജയ് ഇന്റർനാഷണൽ ഈ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്ന വിവാഹ ശുശ്രൂഷയിലും യോജിപ്പിക്കപ്പെടുന്നത്. ഹൃദയങ്ങളെ യോജിപ്പിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ മാനുഷികമായ ഒരു മാധ്യമങ്ങളും യോജിപ്പിക്കലിന് പരിഹാരമാവുകയില്ല. നാം നിറകണ്ണുകളോടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആധുനിക കാലത്ത് കുടുംബജീവിതങ്ങൾ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വിവാഹം കഴിയുന്ന 100 കുടുംബങ്ങൾ ഇന്ന് കേരളം ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നാടായിരുന്നു. കുരിശു വരയ്ക്കുന്ന ക്രൈസ്തവനും ഓംകാരനാമം ചൊല്ലുന്ന ഹൈന്ദവനും അള്ളാഹു അക്ബർ എന്ന് നിസ്കാരത്തടമ്പോടെ പ്രാർത്ഥിക്കുന്ന മുസൽമാനുമൊക്കെ ഒരമ്മ പെറ്റ മക്കളെ പോലെ കൈകോർത്ത് പിടിക്കുന്ന ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഇടമായിരുന്നു. പക്ഷെ ഇവിടെയും വർഗീയ കലാപങ്ങൾ പെരുകുന്നു. ഇവിടെയും അസ്വസ്ഥതകൾ. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അനുകരണത്തിൻ്റെ മോഹം കൊണ്ട് മലയാള തനിമകളെല്ലാം നഷ്ടമായി. നാമും ഇന്ന് എവിടെയോ പോകുന്ന കൂട്ടെ ദാമ്പത്തിക ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായി മനുഷ്യൻ വാനോളം ഉയർന്ന് കണ്ടുപിടുത്തങ്ങൾക്ക് മരിച്ച മനുഷ്യനെ റെസസിറ്റേഷനിലൂടെ ജീവിപ്പിക്കുവാനുമുള്ള പരിശ്രമത്തിൻ്റെ ഇടയിൽ ധാർമ്മിക അധപ്പതനം ഇന്ന് സംഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. 60ഓളം കുടുംബ ബന്ധങ്ങൾ നീറിപ്പുകയുന്നുവെന്ന വനിത നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തി. 30ഓളം കുടുംബങ്ങൾ മോചിതരായി. 100 വിവാഹങ്ങൾ ഇന്ന് നടന്നാൽ 30 കുടുംബങ്ങളും മോചനത്തിലേക്ക് എത്തുകയാണ്. സന്തോഷമുള്ള, ആനന്ദമുള്ള, ആഹ്ലാദമുള്ള 10% കുടുംബങ്ങളെ ഉള്ളൂ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ 10% കുടുംബങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബാഹുല്യമോ സമ്പന്നതയുടെ ആധിക്യമോ ഒന്നുമായിരുന്നില്ല അവരുടെ വിവാഹം സക്സസ് ആയതിൻ്റെ പിമ്പിൽ. അവരുടെ ജീവിതത്തിൽ മുപ്പിരിച്ചരടറ്റുപോകയില്ല എന്ന ബൈബിൾ വചനം പോലെ അദൃശ്യനായ ദൈവ സാന്നിധ്യം അവരെ വിളിച്ചു വരുത്തിയതുകൊണ്ട്, സന്ധ്യാപ്രാർത്ഥനകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട്, പുല്ലുണങ്ങി പൂവാടിയാലും ആകാശവും ഭൂമിയും മാറിയാലും ഒരു വള്ളിക്കും പുള്ളിക്കും പോലും മാറ്റമില്ലാത്ത തിരുവചനത്തിന് അവർ പ്രാധാന്യം നൽകിയതുകൊണ്ട്, അവരുടെ ജീവിതത്തിൽ പ്രൊഫഷനേക്കാൾ ആരാധനയെ അവർ സ്നേഹിക്കുന്ന 10% കുടുംബങ്ങളാണ് ഏറ്റവും ആനന്ദപരമായി നിലകൊള്ളുന്നത്. ഈ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ശുഭകരമായ ഏറെ പ്രതീക്ഷകളുണ്ട്. പ്രിയമകൻ ടോണി
അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലും തൻ്റെ ഉപരിപഠനങ്ങൾ നിർവഹിക്കപ്പെട്ടു. അനന്തരമായി മടങ്ങി വന്ന് തൻ്റെ പിതാവിനാൽ നിയന്ത്രിതമാകുന്ന സെഞ്ചുറി എന്ന അനുഗ്രഹീതമായ ബിസിനസ് സംരംഭത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ചുമതല വഹിക്കുന്ന അനുഗ്രഹീതനായ ചെറുപ്പക്കാരനാണ്. അതോടൊപ്പം തന്നെ തനിക്ക് ജന്മസിദ്ധമായി തൻ്റെ പരിശ്രമത്തിലൂടെയുള്ള സംഗീത വാസനയ്ക്ക് മനോഹരമാമണ്ണം സഭയുടെ ആരാധനയ്ക്ക് ഉപകരണങ്ങൾ വായിച്ച് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതനായ ഒരു ഓർഗനിസ്റ്റാണ്. അതോടൊപ്പം തന്നെ ബൈബിളിൻ്റെ മൂലഭാഷയിൽ എബ്രായ ഗ്രീക്ക് ഭാഷകളിലെ ബൈബിളിൻ്റെ ആഴങ്ങൾ ചികഞ്ഞന്വേഷിച്ച് സുന്ദരമാമണ്ണം പ്രസംഗിക്കുവാൻ ചാതുര്യമുള്ള ഒരു പ്രഭാഷകനാണ്. അനാവശ്യമായ ഒന്നിലും ഇടപെടാതെ വണ്ണം വളരെ മിതഭാഷിയായി വളരെ ആത്മീക പക്വതയോടുകൂടെ സഭയുടെ ഒറ്റ കൂട്ടായ്മയും മുടക്കാത്ത അനുഗ്രഹീതമായ ഒരു സഹോദരനാണ്. ജോർജാനും ഷൈനി സിസ്റ്ററും ഞങ്ങളുടെ സഭയുടെ ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു കുടുംബമാണ്. ആ കുടുംബം എത്രത്തോളം സഭയ്ക്ക് പ്രിയങ്കരമാണ് എന്ന് അവരെക്കുറിച്ചുള്ള ഒരു വാക്കുകളും പറയുന്നത് ഇഷ്ടമല്ല എന്നവരുടെ ലോക്കൽ പാസ്റ്റർ പറഞ്ഞത് അതേ ഇവിടുത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എന്തു വാക്ക് പറഞ്ഞാലും അത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. തന്നെ പുകഴ്ത്തുവാനോ തന്നെ പ്രശംസിക്കാനോ താല്പര്യമില്ലാത്ത, എപ്പോഴും പിൻനിരയിൽ നിന്ന് ഉത്തരേന്ത്യയുടെ ഊഷരഭൂമിയിൽ വിവിധയിടങ്ങളിലെ സഭാപരിപാലനത്തെ സ്നേഹിച്ചുകൊണ്ട് തനിക്ക് നൽകുന്ന നന്മയുടെ ഒരു സിംഹഭാഗവും സാധു സംരക്ഷണത്തിനും സുവിശേഷീകരണത്തിനും വേണ്ടി സമർപ്പണം ചെയ്യുവാൻ മനസ്സുള്ള ഒരൗദാര്യമതിയായ മനുഷ്യനാണ്. സഭ എത്രമാത്രം താൻ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഖത്തറിലുള്ള നിരവധി ദൈവമക്കൾ ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇവിടെ കടന്നു വന്നു. അവരുടെ എല്ലാം പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ അവരുടെ പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട് ഈ വിവാഹ ശുശ്രൂഷയെ അഭിവാദനം ചെയ്ത വചനം പങ്കുവെക്കുവാൻ. ഷൈനി സിസ്റ്റർ ഞങ്ങളുടെ സഭയുടെ ഏറ്റവും അനുഗ്രഹീതയായ ഒരു സഹോദരിയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ബൈബിളിൻ്റെ 3173 വാക്യങ്ങളിൽ ഏതു വാക്യത്തിൽ നിന്നൊരു ചോദ്യം ചോദിച്ചാലും ഒരു അരമാത്ര പോലും ശങ്കിക്കാതെ മറുപടി പറയാൻ കഴിയുന്ന, ബൈബിൾ തപസ്യയാക്കിയ, ബൈബിൾ പഠനം ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട അനുഗ്രഹീതയായ ഒരു സഹോദരി. ആ മാതൃകാ കുടുംബത്തിന് ദൈവം ദാനമായി നൽകിയ മക്കൾ ഡോക്ടർ ടിനു, ഡോക്ടർ ജോൺ തോമസ് എന്ന ജെയ്മോൻ കാരിത്താസ് ആശുപത്രിയിലെ അനുഗ്രഹീതരായ ഡോക്ടേഴ്സാണ്. ടാനിയാമോൾ ഞങ്ങൾക്ക് അഭിമാനമാണ്. ഈ കുടുംബത്തെ ദൈവം സർവശക്തന്റെ സകലവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമാമണ്ണം പ്രാർത്ഥിക്കുന്നു. പ്രിയ ലൗലിയെക്കുറിച്ച് ഞാൻ ആ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ലൈവായ ആ പ്രോഗ്രാം മുഴുവൻ കണ്ടു. ലൗലിയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞു. ഈ വിവാഹത്തിൻ്റെ ആരംഭ നിമിഷം മുതൽ അവരുടെ പാസ്റ്റർ എന്ന നിലയിൽ ഓരോ സ്റ്റെപ്പുകളും ഞങ്ങളോട് പങ്കുവച്ചു. ഞങ്ങൾ വളരെ ശുഭകരമാമണ്ണം അനുഗ്രഹീതമായ ഒരു ആത്മീക പൈതൃകത്തിൽ, പ്രാർത്ഥനാ നിർഭരമായ ഒരു കുടുംബ സാന്നിധ്യത്തിൽ 3 വാത്സല്യ സഹോദരിമാരുടെ മൂത്തവളായി ജനിച്ചു വളർത്തപ്പെട്ട ഈ മകൾക്ക് ആ ശുഭകരമായ പ്രതീക്ഷകൾ നമുക്കുണ്ട്. ദൈവത്താൽ യോജിപ്പിക്കപ്പെടുന്നു എന്നതുപോലെ തന്നെ ഇവിടെ മുഴങ്ങപ്പെടുന്നത് മറ്റൊന്നുമല്ല, നീട്ടിയും കുറുക്കിയുമുള്ള ശ്ലോകങ്ങളോ ചൊല്ലുകളോ ചെലുത്തുകളോ മന്ത്രോച്ചാരണങ്ങളോ ഒന്നുമല്ല. ഇവിടെ മുഴങ്ങപ്പെടുന്നത് അതിശ്രേഷ്ഠമായ വചനമാണ്. ദൈവവചനം ഇവരുടെ ജീവിതത്തെ യോജിപ്പിക്കുവാൻ ആത്മാർത്ഥമായ സ്നേഹ നിർഭരമായ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കലായിരിക്കാം. ഇവരുടെ ജീവിതത്തിൻ്റെ ഓരോ ദിനങ്ങളിലും വചനം പ്രാധാന്യമുള്ളതായി, വചനത്തിനായി സമർപ്പിതമായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമാമണ്ണം ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതിനേക്കാൾ ഉപരി ഇവരെ യോജിപ്പിക്കുന്നത് ഇവർ തമ്മിൽ ചെയ്യുന്ന ഉഭയസമ്മതമാണ്. അതൊരു കരാറല്ല, ഒരു ഉടമ്പടിയാണ്. ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട്, ഇറ്റ്സ് എ കവനന്റ്. ഉടമ്പടി. മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നു, നീ എൻ്റെ കൂട്ടാളിയും എൻ്റെ ഉഭയസമ്മതത്തിൻ്റെ 2 പേർ തമ്മിൽ പൂർണ്ണമാമണ്ണം ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ സമാഹാരമാണ് മനുഷ്യ ജീവിതം മുഴുവനും. ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കേറ്ററിംഗ് ആർക്ക് കൊടുക്കണം, പല ഓപ്ഷൻ മുമ്പിൽ വന്നു. ഏത് ഓഡിറ്റോറിയം വേണം, പല ഓപ്ഷൻ മുമ്പിൽ വന്നു. ഏതു ദിവസം വേണം, പല ഓപ്ഷൻ മുമ്പിൽ വന്നു. ആര് നടത്തണം, ആര് പ്രസംഗിക്കണം, പല ചിന്തകൾ. എന്നാൽ കുടുംബജീവിതത്തിനകത്ത് നമുക്ക് മാറ്റാൻ പാടില്ലാത്ത 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് അവസരമില്ലാത്ത, ഫ്രിഡ്ജ് കൊള്ളത്തില്ലെങ്കിൽ മാറി മേടിക്കാം, കാറ് കൊള്ളത്തില്ലെങ്കിൽ മാറി മേടിക്കാം. പക്ഷേ ഇന്നത്തെ ഈ ഉഭയസമ്മതമെന്ന് പറയുന്നത്
ആയുസ്സിൻ്റെ അവസാന നിമിഷം വരെയും നീണ്ടു നിൽക്കേണ്ടതാണ്. എവിടെയോ നമുക്ക് കൈമോശം വരുന്ന കുടുംബ ബന്ധങ്ങളും വിവാഹ ഇതര ബന്ധങ്ങളും ഒക്കെയായി ധാർമ്മിക ജീവിതം അധപ്പതിച്ചു തുടങ്ങുന്നതിൻ്റെ നടുവിൽ മാതൃകയോടെ തല ഉയർത്തി നിർത്തേണ്ടത് ഇവിടെ നിന്ന്. അതുകൊണ്ടാണ് കർത്തൃദാസന്മാർ പറയുന്നത്, ജീവിതത്തിന് മുമ്പിൽ വിരുന്ന് സൽക്കാരത്തിൻ്റെ മനോഹര ദിനങ്ങളും മധുവിധുവിൻ്റെ സുന്ദര നാളുകളും അസ്തമിക്കും. പ്രാർത്ഥിച്ചനന്തരമായി കൈതന്ന് പാസ്റ്റേഴ്സ് പിരിയും. ഗായക സംഘം ഇന്നും ഇവിടെ നിന്ന് മാറും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിപരുത്ത മേഖലകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. സങ്കല്പങ്ങളിലോ ഭാവനകളിലോ സീരിയലുകളിലോ നാടകങ്ങളിലോ കണ്ടറിയുന്ന സ്വപ്നസുന്ദരമല്ല ജീവിതം. ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മനസ്സുവെച്ചാൽ അദൃശ്യനായ ദൈവത്തിൻ്റെ അഗ്നിമയമായ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ദാരിദ്ര്യവും സമ്പത്തും രോഗവും ആരോഗ്യവും ഉയർച്ചയും താഴ്ചയും ഒക്കെ വന്നു ഭവിക്കുന്ന ജീവിതത്തിൽ അവസാന നിമിഷം വരെ കരം കോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് വേദപുസ്തകം നമുക്ക് ധാർമ്മിക പ്രമാണങ്ങളോടൊപ്പം ആത്മീക നിയമങ്ങളോടൊപ്പം സദാചാര മൂല്യങ്ങളോടൊപ്പം ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായ ഒരു ഉപദേശം ബൈബിൾ നമുക്ക് നൽകുന്നു. ഏത് പുതിയ സാധനം വാങ്ങുമ്പോഴും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊരു കാറ്റലോഗ് ഉള്ളതുപോലെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എഫേസ്യ ലേഖനത്തിലും പത്രോസിൻ്റെ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലുമെല്ലാം ബൈബിൾ ജീവിതം മെച്ചമായി എങ്ങനെ നയിക്കണമെന്ന ഉപദേശം നിങ്ങൾ നിരന്തരമാമണം വായിച്ചറിയുക. വേദപുസ്തകം ഒരു സഹോദരനെ നോക്കിക്കൊണ്ട് പറയുന്നു, നിന്റെ അടുക്കൽ മാതാപിതാക്കളെ വിട്ട് നിന്റെ അടുക്കൽ വരുന്ന ഭാര്യയെ നീ സ്നേഹിക്കണം. ഭാര്യയോടെന്ന തിരിച്ചു ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് എഴുതാഞ്ഞത്? സ്ത്രീ ഒരു വള്ളിയാണ്, അവൾക്ക് ചുറ്റിക്കയറാൻ ഒരു ചുള്ളി വേണം. ദൈവം നട്ട പുരുഷൻ സ്നേഹിച്ചാൽ ആ സ്നേഹത്തണലിൽ നിന്ന് എങ്ങും പോകാൻ ഒരു പുരുഷനുമാവില്ല, ഒരു സ്ത്രീക്കുമാവില്ല. ആയതുകൊണ്ട് മോനെ ടോണി, നിന്റെ പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് ഉപദേശിക്കാനുള്ളത്, അനുഗ്രഹീതമായൊരു കുടുംബം കൊഞ്ചിച്ചോ മനിച്ച് വാത്സല്യത്തോടെ വളർത്തി വലുതാക്കി യൗവനയുക്തയാക്കിയ ഒരു പെൺകുട്ടിയെ ഇന്ന് നിനക്ക് കൈമാറുന്നു. നീ അവളെ സ്നേഹിക്കണം, നീ അവളെ പോറ്റിപ്പുലർത്തണം, അവളോടൊരിക്കലും കയ്പാകരുത്. മോളെ ലൗലി, ജന്മം തന്ന വീട്ടിൽ നിന്ന് നിയമം കൊണ്ട് മകളാകുന്ന വീട്ടിലേക്ക് ഇന്ന് നീ യാത്രയാവുകയാണ്. ജനനം കൊണ്ട് മകളായ ഇടത്തുനിന്ന് നിയമം കൊണ്ട് മകളാകുന്ന വീട്ടിലേക്ക്, ജനനം കൊണ്ട് മകളായ ഇടത്ത് കറി കരിഞ്ഞു പോയാൽ, പാല് തൂകിപ്പോയാൽ, ഗ്ലാസ് ഉടഞ്ഞു പോയാൽ ക്ഷമ കിട്ടും. നിയമം കൊണ്ട് മകളാകുന്നിടത്തിന്നു മുതൽ വേഗത്തിൽ നിന്റെ ഊഷ്മളമായ പുഞ്ചിരിയിലൂടെ, ആരെയും ആകർഷിക്കുന്ന സ്വഭാവ വിശേഷത്തിലൂടെ സ്നേഹം പണിതെടുക്കണം. ബൈബിൾ നമ്മളോട് പറയുന്നു, നിന്റെ വീട്ടിൽ വന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. നമ്മുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ആകണമെന്നാണ് വചനം. പെൺകുട്ടികളെ നോക്കിക്കൊണ്ട് പറയുന്നു, മൂലത്തൂണാണ് നീ. ഏത് മൂല? കുണ്ടറയിലെ വീടും ഖത്തറിലെ വീടും രണ്ട് കുടുംബങ്ങൾ, അല്ലെങ്കിൽ കറ്റാനത്തിലെ വീടും രണ്ട് വീടുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന മൂലയ്ക്ക് കൊത്തിയുണ്ടാക്കിയതാണ്. ഓരോ വീട്ടിൽ നിന്നും വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന പെൺകുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നീ രണ്ട് കുടുംബങ്ങൾ വിവാഹവേദികളിൽ നോക്കിക്കേ, കോട്ടും സൂട്ടുമണിഞ്ഞ് ആർഭാടവും അലങ്കാരത്തോടുകൂടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമാമണ്ണം ഒരുങ്ങി ബന്ധുമിത്രാദികൾ, ഈ ഭാഗത്തും മണവാളൻ്റെ കുടുംബം, ഒരു ഭാഗത്തും മണവാട്ടിയുടെ കുടുംബവും, അവരെത്ര ഊഷ്മളമായ ബന്ധമാണ്. ഈ ബന്ധങ്ങൾ ഇന്നും നിലനിൽക്കേണ്ട ഉത്തരവാദിത്തം ഓരോ പെൺകുട്ടിയുടെയും സമർപ്പണമാണ്. ആ പ്രാർത്ഥന നിർഭരമായ ജീവിതം, സ്വാദിഷ്ടമായ സൽക്കാരങ്ങൾ ഒരുക്കുവാൻ, ആരെയും ആകർഷിക്കുവാൻ, പ്രൊഫഷനേക്കാളുപരി കുടുംബ ബന്ധത്തിന് ഒന്നാം സ്ഥാനം നൽകുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം നൽകുന്നു. ദൈവത്താൽ യോജിപ്പിക്കപ്പെടുന്നത് പോലെ
ദൈവവചനത്താൽ യോജിപ്പിക്കപ്പെടുന്നത് പോലെ, ഉഭയസമ്മതത്താൽ യോജിപ്പിക്കപ്പെടുന്നത് പോലെ തത്വത്തിൽ ഒന്നിക്കപ്പെടേണ്ടത്, പ്രാക്ടിക്കൽ ലൈഫിൽ ഒരുമിപ്പിക്കപ്പെടേണ്ടത് സ്നേഹത്താലാണ്. മാർബിളും മൊസൈക്കും വാർണിഷും പോളിഷും കൊണ്ട് അതിസുന്ദരമായ കൊട്ടാര സമാനമായ വീട് പണിതാലും അതിനകത്ത് പാർക്കുന്നവർ കടിച്ചു കീറുന്നവരാണെങ്കിൽ അത് നരകത്തേക്കാൾ അതപ്പതിച്ച ഇടമാണ്. എന്നാൽ ഇന്ന് ചാണകം മെഴുകിയ തറകളില്ല, ചെറ്റപ്പുരകളില്ല, കീറിയ പാകളില്ല. ഓടിട്ട് കൊച്ചു കൊച്ചു വീടാണെങ്കിലും വഴിയോരത്താണെങ്കിലും ആ വീടിനകത്ത്, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഒരു വീട് നിറച്ച് സ്വാദുഭോജനത്തെക്കാൾ സമാധാനത്തോടു കൂടിയ ഒരു കഷ്ണം അപ്പം നല്ലത്. ഒരുപക്ഷെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ മൃഷ്ടാന ഭോജനമല്ലെന്നും നമുക്ക് വിളമ്പപ്പെടാൻ കഴിയുന്നില്ലെങ്കിലും സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിച്ചാണെങ്കിൽ ആ വീട് അനുഗ്രഹത്തിൻ്റെ ഇടമാണ്. ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കാം. 60 വർഷം കുടുംബജീവിതം പിന്നിടുന്ന മാതാപിതാക്കൾ, മക്കളും കൊച്ചുമക്കളുമെല്ലാം പാശ്ചാത്യ നാടുകളിൽ നിന്ന്, പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പറന്നെത്തി അവർ തീരുമാനിച്ചു, കൊച്ചു കേരളത്തിൽ 60 വർഷം നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും സുഖലോലുപതയോടെ ജീവിച്ചു. എത്ര മാതൃകാപരമാണ്! നമുക്കൊന്ന് ആഘോഷിക്കണം. എല്ലാവരും ഒരുമിച്ച് കേരളത്തിലെ മനോഹരമായ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മനോഹരമായ സൽക്കാരം ഒരുക്കി സംഗീതത്തിൻ്റെ എല്ലാം അകമ്പടിയോടുകൂടെ അവരുടെ 60ാം വിവാഹ വാർഷികം, വജ്ര ജൂബിലി, ഡയമണ്ട്, അവരുടെ സെലിബ്രേഷൻ ആഘോഷിക്കുകയാണ് മക്കളെല്ലാം കൂടെ. അതിന് മാസ്റ്റർ ഓഫ് സെറിമണിയായി ടാങ്കറിങ് നടത്തിയത് മൂത്ത മകനായിരുന്നു, കാനഡയിൽ നിന്ന് വന്ന മൂത്ത മകനായിരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ എല്ലാ ചെലവുകൾക്കും എല്ലാം മുൻപിൽ നിന്ന് നേതൃത്വം നൽകുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ പ്രമുഖന്മാരും മതമേലധ്യക്ഷന്മാരെല്ലാം പങ്കെടുത്ത ആ സുന്ദരമായ ആഘോഷത്തിൽ അദ്ദേഹം വന്നേച്ച് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നു, എൻ്റെ അപ്പനും അമ്മയും 60 വർഷമായി, പക്ഷെ അവർ വഴക്ക് പിടിച്ച് ഇന്നുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആളുകൾക്ക് അത്ഭുതമായി. മലയാള മനോരമയുടെ ഒരു ഫോട്ടോഗ്രാഫർ ഒരു റിപ്പോർട്ടറുമായി എല്ലാവരും പോയി, സൽക്കാരം കഴിഞ്ഞിട്ടും പോയില്ല. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു, എന്തുകൊണ്ടാണ് 60 വർഷമായും വഴക്കില്ലാത്തൊരു കുടുംബമോ? അപ്പച്ചനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പച്ചൻ്റെ അടുക്കൽ വന്ന് ഫോട്ടോഗ്രാഫർ ചോദിച്ചു, അപ്പച്ച ഒരു രഹസ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ വഴക്ക് പിടിച്ചിട്ടില്ലേ? അപ്പച്ചൻ പറഞ്ഞു, ഒറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹം കഴിഞ്ഞ മധുവിധുവിൻ്റെ ചൂടാറും മുമ്പ് ഞാൻ എൻ്റെ ഭാര്യ ഈ അമ്മച്ചിയോട് പറഞ്ഞു, ഞാനൊരു ചൂടനാണ്, നിനക്കറിയാവോ, ഞാൻ ചിലപ്പം പൊട്ടിത്തെറിച്ചോണ്ട് വരും, നീ അടുക്കളയിൽ കയറി കഥ കടച്ചോണം. ഇങ്ങോട്ട് നീയാണ് പൊട്ടിത്തെറിച്ചോണ്ട് വരുന്നെങ്കിൽ ഞാൻ ഹാങ്കറിൽ ഉടുപ്പിട്ട് ചൊറ്റപ്പോക്കായിരിക്കും, തിരിച്ച് പുറകിൽ നിന്ന് വിളിക്കൽ എനിക്ക് സഹിക്കാൻ മേല, ഞാൻ നടക്കാൻ പോകും. കൂട്ടത്തിൽ പറഞ്ഞു, 60 വർഷമായി ഇന്ന് വരെ ഒറ്റ ദിവസം എൻ്റെ നടപ്പ് മുടങ്ങിയിട്ടില്ല. പക്ഷെ എന്നും വഴക്ക് പിടിച്ചാലും മക്കൾ പോലും അറിയാതെ അത് പരിഹരിക്കാനുള്ള മനസ്സ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും വീടിൻ്റെ 4 അതിരുകൾക്കകത്ത് പ്രാർത്ഥനാ നിർഭരമായി കർത്തൃപാദവിടെ സകലതും പങ്കുവെക്കൂ. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും നന്മകളും കൃപകളും പകരപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ഇവരുടെ ജീവിതം ഏറ്റവും അഭിവൃദ്ധികരമായി തീരുവാൻ ദൈവം വരാൻ താമസമെങ്കിൽ സമ്പൽ സമൃദ്ധി കൊണ്ട്, സൗഭാഗ്യം കൊണ്ട് സ്വർഗത്തിലെയും ഭൂമിയിലെയും സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം അവരെ ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിവാഹ ശുശ്രൂഷയിൽ വചനം പങ്കുവെക്കുവാൻ അവസരമൊരുക്കിയ കർത്താവിൻ്റെ ദാസനോട്, കുടുംബാംഗങ്ങളോട് നന്ദി പറഞ്ഞ് IPC ശാലേം സഭയുടെ സകലവിധ പ്രാർത്ഥനകളും ഭാവുകങ്ങളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് വാക്കവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ ആലോചന കർത്തൃദാസിലൂടെ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ധന്യമായ ആലോചനകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം നയിക്കപ്പെടുകയാണ്. കർത്താവിൽ പ്രസിദ്ധനായ കർത്തൃദാസൻ പാസ്റ്റർ വർഗീസ് എബ്രഹാം പാസ്റ്റർ ശുശ്രൂഷകൾക്ക് നേതൃത്വം തുടർന്ന് വഹിക്കുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. അദ്ദേഹം ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് കൊയർ പാട്ടിൻ്റെ ചില ഇരടികൾ പാടും. പ്രാർത്ഥനയോടെ നമുക്ക് ആ ദിവസത്തിലായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. വീണു
bow before Him. There will be a day when death will be no more. Standing face to face with He who died and rose again. Holy, holy is the Lord. സ്വർഗേ ഞാൻ ചേരുവാൻ വെമ്പുന്നേ, വ്യഥ നീങ്ങും കൃപയിൻ നാടതിൽ കാണും ഞാൻ എന്നെ വീണ്ട രക്ഷകനെ, എന്നേക്കും തൻ കൂടെ വാഴുമേ. സ്വർഗേ ഞാൻ ചേരുവാൻ വെമ്പുന്നേ, വ്യഥ നീങ്ങും കൃപയിൻ നാടതിൽ കാണും ഞാൻ എന്നെ വീണ്ട രക്ഷകനെ, എന്നേക്കും തൻ കൂടെ വാഴുമേ. വീടുവണങ്ങും ഏവരും തൻ മുൻപിൽ, മായും മൃത്യുവും അന്നാദിനമതിൽ നേരിൽ കണ്ടിടും എനിക്കായി മരിച്ചുയർത്തവനെ, എൻ ദൈവം പരിശുദ്ധനെ. വീണു വണങ്ങും ഏവരും തൻ മുൻപിൽ, മായും മൃത്യുവും അന്നാദിനമതിൽ നേരിൽ കണ്ടിടും എനിക്കായി മരിച്ചുയർത്തവനെ, എൻ ദൈവം പരിശുദ്ധനെ. യേശുനാഥ അങ്ങു വന്നിടുമ്പോൾ എൻ കണ്ണീരോ മുറ്റും മായിച്ചിടുമേ. ദുഃഖത്തിൽ ഞാൻ വീണുപോയ നാളുകൾ ലാഭമായി എനിക്കു തീരുമേ. യേശുനാഥ അങ്ങു വന്നിടുമ്പോൾ എൻ കണ്ണീരോ മുറ്റും മായിച്ചിടുമേ. ദുഃഖത്തിൽ ഞാൻ വീണുപോയ നാളുകൾ ലാഭമായി എനിക്കു തീരുമേ. വീടു വണങ്ങും ഏവരും തൻ മുൻപിൽ, ആയും മൃത്യുവും അന്നാദിനമതിൽ നേരിൽ കണ്ടിടും എനിക്കായി മരിച്ചുയർത്തവനെ, എൻ ദൈവം പരിശുദ്ധനെ. വീണു വണങ്ങും ഏവരും തൻ മുൻപിൽ, ആയും മൃത്യുവും അന്നാദിനമതിൽ നേരിൽ കണ്ടിടും എനിക്കായി മരിച്ചുയർത്തവനെ, എൻ ദൈവം പരിശുദ്ധനെ. അന്നാളിൽ ഉയർപ്പിൻ പൊൻപുലരിയിൽ നിൽക്കും ഞാൻ വിശുദ്ധരുമൊത്ത്, തലമുറകൾ ഒന്നായി ചേർന്നു പാടും
അന്നാളിൽ ഉയർപ്പിൻ പൊൻപുലരിൽ നിൽക്കും ഞാൻ വിശുദ്ധരുമൊത്ത്. തലമുറകൾ ഒന്നായി ചേർന്നു പാടുമേ, കുഞ്ഞാടേ യോഗ്യൻ നീ മാത്രമേ. എന്നേക്കും എൻ യേശു വാഴുമേ. ചേർന്നു പാടിടാം രക്ഷയിൻ സംഗീതം, സ്വർഗേ സർവരും ഘോഷിച്ചാർക്കുമേ. സ്തോത്രം കർത്താവേ, മൃതിമേൽ ജയം തന്നവനേ. എൻ ദൈവം പരിശുദ്ധനേ. ചേർന്നു പാടിടാം രക്ഷയിൻ സംഗീതം, സ്വർഗേ സർവരും ഘോഷിച്ചാർക്കുമേ. സ്തോത്രം കർത്താവേ, മൃതിമേൽ ജയം തന്നവനേ. എൻ ദൈവം പരിശുദ്ധനേ. എൻ ദൈവം പരിശുദ്ധനേ. എൻ ദൈവം പരിശുദ്ധനേ. ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രതിശ്രുത വധൂവരന്മാർ, പ്രിയ ടോണി ലൗലി, ഈ ആത്മിക ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ AP വർഗീസ്, എനിക്ക് തൊട്ടു മുൻപ് അനുഗ്രഹീതമായ ഒരാത്മിക സന്ദേശം പങ്കുവച്ച എനിക്കേറെ ആത്മബന്ധമുള്ള വചനപഠന കാലഘട്ടത്തിൽ എനിക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പാൻ കഴിഞ്ഞ ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ സന്തോഷ് തോമസ്, ക്രിസ്തുവിൽ ഏറെ ബഹുമാന്യനായ പാസ്റ്റർ KC ശാമുവേൽ, ആത്മിക ശുശ്രൂഷയുടെ മേഖലകളിൽ വളരെ ത്യാഗപൂർവ്വം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഏറ്റവും ആദരണീയരായ നിരവധി ദൈവഭൃത്യന്മാർ, ബഹുമാനപ്പെട്ട സദസ്, വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷാ വേളയിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ദൈവത്തിൻ്റെ തേജസ് നിഴൽ മൂടി നിൽക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ മഹാദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ വരെ തമ്മിൽ ഒന്നിപ്പിക്കേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ബോധപൂർവം ആ വലത് കരങ്ങളൊന്ന് ഉയർത്തി. എനിക്കറിയാം വേർപെട്ട ദൈവമക്കൾ ഏറെ ഉള്ള ഒരു സദസ്സാണിത്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒന്ന് ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുമോ? ഒന്നുകൂടെ കരങ്ങളൊന്ന് ഉയർത്തി ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ആത്മിക ആരാധനയിൽ ദൈവസാന്നിധ്യം ഇവിടെ ഇറങ്ങി വരുന്നു എന്ന് ബോധ്യമുള്ള എത്ര പേര് ഇവിടെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. വേർപെട്ട ദൈവമക്കളുടെ ആത്മിക ശുശ്രൂഷകളാണെങ്കിലും പലപ്പോഴും പലരുടെയും മുഖത്ത് നോക്കിയാൽ ഈ വിവാഹവേദിയിലൊക്കെ വരുമ്പോൾ കനപ്പിച്ച മുഖത്തോടുകൂടെയാണ് ഇരിപ്പ്. ചിലരുടെ മുഖത്ത് നോക്കിയാൽ പേഴ്സ് കളഞ്ഞു പോയ മട്ടിലാണ് ഇരിപ്പ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പൊരുൾ വരാൻ തുടങ്ങുന്നു. എന്താണ് ഇതിൻ്റെ പൊരുൾ എന്നറിയാമോ? തകർത്ത ഇടി മുഴക്കം പോലെയും, ബാക്കി പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും, പുരുഷാരത്തിൻ്റെ ആരവം പോലെയും കേട്ടത് ഹല്ലേലൂയ, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. രാജപുത്രനായ ക്രിസ്തുവിൻ്റെ വിവാഹ മഹോത്സവം എന്ന മധ്യാകാശ മൈതാനിയിൽ നടക്കുന്ന മഹാചടങ്ങിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശബ്ദം ഉയരുമെങ്കിൽ സൂചി വിഴുങ്ങിയതുപോലല്ല വേർപെട്ട ദൈവമക്കൾ വിവാഹവേദിയിൽ ഇരിക്കേണ്ടത്. ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അപമാനമല്ല, അത് അഭിമാനമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ പിന്നെ എന്തധികം വരും? ഒന്നും അധികം വരില്ല. വിവാഹ വചന ശുശ്രൂഷയിൽ ഞങ്ങൾ ഉയർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. മക്കളെ, ഇന്ന് 1000 പേര് ഇവിടെ കൂടി വന്നാലും നിങ്ങളുടെ
ജീവിതത്തെ മാത്രമാണ് ഈ വചനം കേന്ദ്രീകരിക്കുന്നത്. എന്തെല്ലാം നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചാലും തട്ടിപ്പറിച്ചാലും പറ്റിച്ചെടുത്താലും ഈ ഭൂമിയിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ഒരു കുടുംബജീവിതം ധന്യമായില്ലെങ്കിൽ ഒരായുസ് പാഴാകും. എന്നാൽ ഇന്ന് പകൽ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പുറകിലുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതം കർത്താവിൽ ധന്യമാകും. വിവാഹ ജീവിതം, ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ ഓർപ്പിച്ചിരിക്കുന്ന ഒരു വിലപ്പെട്ട വേദഭാഗം. സമയത്തിൻ്റെ പരിധി ഞാൻ മനസ്സിലാക്കുന്നു, വേഗം ശുശ്രൂഷയിലേക്ക് കടക്കുവാനായി താല്പര്യപ്പെടുന്നു. വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22, 23, 24, 25 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ആ വേദഭാഗം കൊണ്ടുവരുമ്പോൾ, ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്കൊരേകാഗ്രതയില്ലേ? ഇതുപോലെ ഈ പറയുന്നതെല്ലാം കൂടെ ഒരുപോലെ വെട്ടി വിഴുങ്ങത്തക്ക വിധത്തിലുള്ള മാനസികാവസ്ഥയിലല്ല ടോണിയും ലൗലിയും ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ അല്പമെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് പതിയണം. ധന്യനായ പൗലോസ്ലീഹ ക്രിസ്തുവിനെയും സഭയെയും പ്രതിരൂപാത്മകമായി പ്രതിപാദിച്ചുകൊണ്ട് വിശദീകരിക്കുന്ന എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭാര്യമാരെ, കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തല ആയിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അങ്ങനെയാണെങ്കിൽ മക്കളെ, കുടുംബജീവിതം വിജയിക്കണോ? അതിന് അടിസ്ഥാനപരമായ പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുന്ന, അഭിപ്രായം പറയുന്ന പുസ്തകമല്ല, അന്തിമ വിധി പുറപ്പെടുവിക്കുന്ന ഈ ഗ്രന്ഥം പറയുന്നു: സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, കീഴ്പ്പെടുന്ന ഒരു ഭാര്യ. രണ്ടുപേരും കൂടെ ഒന്ന് പറയാമോ? എന്ന് പറഞ്ഞേ. സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, കീഴ്പ്പെടുന്ന ഒരു ഭാര്യ. എവിടെ ഈ താളം തകരുമോ, എവിടെ ഈ ക്രമം തെറ്റുമോ, എവിടെ ഈ അലൈൻമെന്റ് മാറുമോ, അവിടെ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യും. നിങ്ങൾക്കറിയാമോ, ഭൂമിയിലെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ എല്ലാം അപ്പൻ പാപം എന്ന് പറയുന്ന ആദ്യത്തെ പാപം ഏദനിലെ പാപമാണ്. ഈ ഏദനിലെ പാപം ഒരു അധികാര നിഷേധമായിരുന്നു. ആയിരക്കണക്കിന് ഗാനതല്ലജങ്ങൾ പൊട്ടിവിടരുന്ന സരിഗമ പഥനി പോലെ, ശബ്ദത്തിൻ്റെ ആദ്യ രൂപം പോലെ, പാപത്തിൻ്റെ മനുഷ്യകുലത്തിലെ ആദ്യ രൂപം ഏദനിലെ പാപം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ വചനത്തോട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം. ആ പാപം യഥാർത്ഥത്തിൽ എന്തായിരുന്നു? ഒരു കുടുംബത്തിനകത്തെ അധികാര നിഷേധമായിരുന്നു. സ്തോത്രം. ലൗലി നാട്ടിലേക്ക് വന്നു. വീട്ടിൽ വല്യപ്പച്ചനും വല്യമ്മച്ചയൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ, ഉണ്ടെന്നാണ് എൻ്റെ ചിന്ത. അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉള്ള സമയത്ത് വീട്ടിൽ പശുവുണ്ട്. മോളോട് അപ്പച്ചൻ പറഞ്ഞു, മോളെ പൊടിയും പിണ്ണാക്കും കലക്കി ആ പാത്രം പശുവിൻ്റെ തൊഴുത്തിലോട്ടൊന്ന് വെച്ച് കൊടുക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതും കൊണ്ട് മോള് കൊണ്ട് എന്ന് തൊഴുത്തിലോട്ട് ഇത് കൊണ്ട് വെച്ചപ്പോൾ പശു വായങ്ങോട്ട് നക്കി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തല പൊക്കി പിടിച്ച് ലൗലിയോടങ്ങ് വർത്താനം തുടങ്ങിയിരിക്കട്ടെ. എന്തുകൊണ്ട് വിശേഷം? എപ്പോഴാ വന്നേ? കഴിഞ്ഞ പ്രാവശ്യം പോയതിനെക്കാട്ടി വല്ലാത്ത ക്ഷീണമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പശു വർത്താനം പറഞ്ഞാൽ മോൾ അവിടെ കാണാൻ നിൽക്കുമോ? ഓടും. കാര്യം എന്താ? പശു വർത്താനം പറയാറില്ല. നിന്ന് മറുപടി പറയണമെങ്കിൽ ഈ പരിപാടി നേരത്തെ തുടരത്തക്ക വിധത്തിൽ ബോധ്യമുള്ളത് കൊണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഏദൻ പൂങ്കാവനത്തിൽ ഹവ്വ അമ്മച്ചി പാമ്പിനോട് സംസാരിക്കുമ്പോൾ പാമ്പ് വർത്താനം പറഞ്ഞ ഉടനെ ഓടാഞ്ഞതെന്താ? ഒരൊറ്റ കാര്യം വ്യക്തമാണ്: വീഴ്ച പറ്റുന്നതിന് മുൻപ് മനുഷ്യകുലത്തിന് മൃഗജാലങ്ങളോട് ആശയവിനിമയത്തിന് ശേഷിയുണ്ടായിരുന്നു എന്ന് വ്യംഗ്യം വ്യക്തമല്ല. ഭർത്താവ് ഉത്തരവാദിത്വത്തോടെ വീട്ടുകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യം, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഭാര്യയ്ക്കറിയാം. പക്ഷേ തനിക്ക് പരിചയമില്ലാത്ത ഒരു അന്യൻ വന്ന് ഒരു വീട്ടിൽ ആ കാര്യത്തെക്കുറിച്ച് ഭാര്യയോട് ചോദിച്ചാൽ, മോളെ, ആഢ്യത്വമുള്ള
സഹോദരിമാരാണെങ്കിൽ, മാന്യതയുള്ള സഹോദരിമാരാണ് എന്നാ പറയും എന്നോടല്ല പറഞ്ഞത്, അച്ഛനോടാണ് പറഞ്ഞത്, ഇപ്പം ഞാൻ വിളിച്ചോണ്ട് വരാമേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞിരുന്നെങ്കിൽ ഈ വന്നവൻ വന്ന വഴിക്ക് പോയേനി. എന്നാൽ അച്ഛനെ മാറ്റി നിർത്തി കൊച്ചമ്മ ഒറ്റയ്ക്ക് കച്ചവടം തുടങ്ങിയതാണ് ഈ കുഴപ്പത്തിൻ്റെ എല്ലാം അടിത്തറ. അങ്ങനെയാണെങ്കിൽ ഏദനിലെ പാപം ഒരു സാധാരണ പാപമല്ല. ഏദനിലെ പാപം ഒരു അധികാര നിഷേധമാണ്. സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, കീഴ്പ്പെടുന്ന ഒരു ഭാര്യ, ഇതായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ. സ്നേഹം, നമുക്കറിയാം, സ്നേഹം എന്നത് കുടുംബത്തിൽ അവസാനിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമാണ്. സ്നേഹത്തിന് 5 പ്രധാനപ്പെട്ട ഉപവിഭാഗങ്ങളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. 1, സ്നേഹത്തിൻ്റെ ആശയവിനിമയം. 2, സ്നേഹത്തിൻ്റെ, ദൈവത്തിന് സ്തോത്രം, ആ കരുതലോടുകൂടിയ സമയം. 3, സ്നേഹത്തിൻ്റെ നൽകുന്ന സമ്മാനം. 4, സ്നേഹത്തിൻ്റെ സേവനം. 5, സ്നേഹത്തിൻ്റെ സ്പർശനം. മനസ്സിലേക്കൊന്ന് കയറണേ. 1, സ്നേഹത്തിൻ്റെ ആശയവിനിമയം. 2, ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹത്തിൻ്റെ ആശയവിനിമയം. 2ാമത്തേതാണ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന സമയം. 3ാമത്തേത് സ്നേഹിക്കുന്ന വ്യക്തിയോട് ബന്ധപ്പെട്ട സമ്മാനം. 4ാമത്തേത് സ്നേഹം നൽകുന്ന സേവനം. 5, സ്നേഹം നൽകുന്ന സ്പർശനം. ഓർക്കുക, ഈ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബജീവിതത്തിൻ്റെ സ്നേഹം ആ തലത്തിൽ നിലനിന്നില്ലെങ്കിൽ ആ കുടുംബം ഭീകരമായ തകർച്ചയിലേക്ക് നീങ്ങും. പലപ്പോഴും മലയാളി സമൂഹത്തിൽ നമ്മളൊക്കെ സ്നേഹമില്ലെങ്കിലും ഈ പരിസരങ്ങളിൽ തന്നെ കഴിയുന്നവരാ. കാനവച്ചൻ പറഞ്ഞതുപോലെ, പട്ടിയുടെയും പൂച്ചയുടെയും കാര്യം പറഞ്ഞതുപോലെയാണ് മലയാളികളുടെ പല കുടുംബങ്ങളും. എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഒരു വീട്ടിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരുമിച്ച് കാണാറില്ല. ഇടയ്ക്കൊരു സമയം മേക്കൂരയിൽ നിന്ന് പൂച്ച താഴോട്ടിറങ്ങി വരികയും വലിയ പട്ടിയെ കൂട് തുറന്ന് വിട്ട് പുറത്തിറക്കി നിൽക്കുന്ന സമയത്ത് ഇവ തമ്മിലൊന്ന് അഭിമുഖീകരിക്കേണ്ട രംഗം ഉണ്ടായാൽ നിൽക്കുന്ന നിപ്പ് കണ്ടിട്ടുണ്ടോ? അയ്യോ, ഈ പൂച്ച പൂന്നും പറഞ്ഞുകൊണ്ട് നിലത്തങ്ങോട്ടൊരു ആന്തൊക്കെ ആന്തി മീശയൊക്കെ വലിപ്പപ്പെടുത്തി നിൽക്കുമ്പം ഏത് വലിയ പോമറേനിയൻ ആന്നേലും, അല്ലെ എത്ര വലിയ ഡാഷാണെങ്കിലും, ജർമ്മൻ ഷെപ്പേർഡാണെങ്കിലും, എത്ര കരുത്തനാണെങ്കിലും ഇതിൻ്റെ ആക്ഷൻ കണ്ടു കഴിയുമ്പോൾ വാലും ചുരുട്ടി സ്ഥലം വിടും. എന്നാ പോരാട്ടം ഉണ്ടേലും വൈകിട്ടൊരു കൂരയുടെ പരിസരത്ത് തന്നെ ഇത് രണ്ടും കാണും. ഇതുപോലെ എന്തൊക്കെ ഉണ്ടെങ്കിലും മലയാളി കുടുംബങ്ങൾ പ്രതിസന്ധികൾ വന്നാലും ഒരു കുടുംബത്തിൽ കാണും. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആത്മാർത്ഥതയോടെ ഞാൻ എൻ്റെ ഭാര്യയെ, ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയത്തക്ക വിധം ലൈവായി സ്നേഹബന്ധം പുലർത്തുന്ന എത്ര കുടുംബങ്ങൾ ഇവിടെയുണ്ട്? ആ അനുഭവം പ്രാപിച്ചവർ മാത്രം ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ആ സന്തോഷമുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞ്. പല കൈയും കാക്കൈ, അരക്കൈ, മുക്കാക്കൈ വേണ്ട പോലെ പൊക്കുന്നില്ല. ഞാൻ ഒരിക്കൽ ഒരു വിവാഹവേദിയിൽ ചോദിച്ചു, അല്ല 40കൾ കഴിഞ്ഞവരാണല്ലോ ഇവിടെ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം, ജീവിത പങ്കാളിയെ സ്നേഹത്തോടെ ഒരു ചുംബനം നൽകിയിട്ട് അടുത്ത ദിവസങ്ങളിൽ എത്ര കാലമായി? സ്തോത്രം. അപ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കണേ, ഇത് ഇച്ചിച്ചി ഓക്കാനത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ചുംബനമെന്ന് പറഞ്ഞാൽ മറ്റ് ചിത്രങ്ങളൊന്നും മനസ്സിൽ ഓർമ്മ വരണ്ട. ജീവിത പങ്കാളിയെ സ്നേഹത്തോടെ ഒന്ന് ചുംബിച്ചിട്ട് എത്ര നാളായി? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു അച്ചായനോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സ്നേഹപൂർവ്വം ചുംബനം കൊടുക്കാൻ. അടുത്ത് ചെല്ലുമ്പം പുള്ളിക്കാർ പറയും, പിള്ളേരെ മാറി നിൽക്കുക, ഇപ്പോഴുള്ള സമയമല്ല പിള്ളേർ. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന ഒരു വസ്തുത പറയാം. ചുംബിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഒന്ന് നടത്തിയേച്ച് വരിക, ഇനിയും 1/2 മണിക്കൂറിനുള്ളിൽ ബോഡി എടുക്കണം, അല്പ മിനിറ്റുകൾ കൊണ്ട് ഇവിടുത്തെ ശുശ്രൂഷ ഉപസംഹരിക്കാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ പിടിച്ചൊരു ചുംബനമുണ്ട്. ലൈവ് ആന്നേലും വേണ്ടുകയില്ല, നാട്ടുകാർ കാണുകയെന്നാലും വേണ്ടുകയില്ല, പിടിച്ച് കവിളത്ത് രണ്ടും ചുംബിക്കുക. ഞാൻ അന്നേരം ഓർത്തിട്ടുണ്ട്, ഇത് ഇച്ചിരി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ പുള്ളി ഇത്രയും നേരത്തെ പോകുകയില്ലായിരുന്നു. കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു വസ്തുത ഓർക്കുക,
കുടുംബജീവിതത്തിൻ്റെ അടിത്തറ സ്നേഹമാകണം. ഇത് ക്ഷണികമാണ് മക്കളെ ആയുസ്. അതിൽ ഒന്നാമത്തെ ഘടകം സ്നേഹത്തിൻ്റെ ആശയവിനിമയമാണ്. സ്നേഹത്തിൻ്റെ ആശയവിനിമയം. കുടുംബ പ്രശ്നങ്ങളുടെ അടിത്തറ എവിടെയാണ്? ഉറവയുടെ ഉറവ തേടി ചെന്നാൽ കുടുംബ പ്രശ്നത്തിൻ്റെ ആദ്യത്തെ അടിത്തറ ആശയവിനിമയത്തിലെ പ്രശ്നമാണ്. എനിക്ക് ഇത് വിശകലനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം എന്നെ അനുവദിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ ആശയവിനിമയത്തിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, മനസ്സിൽ പങ്കാളിയുടെ ഹൃദയത്തിൽ ഒരാശയം ഉരുവെടുക്കുന്നു, അല്ലെങ്കിൽ ടോണിയുടെ ഹൃദയത്തിൽ ഒരാശയം ഉടലെടുക്കുന്നു. ആ ആശയം വാക്കുകളിലൂടെയും ചേഷ്ടകളിലൂടെയും ടോണി പുറത്ത് പ്രകടിപ്പിക്കുന്നു. ആ സമയം ലൗലി ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. കാണുന്ന ലൗലിയുടെ, കേൾക്കുന്ന ലൗലിയുടെ മനസ്സ് ഈ ആശയത്തെ പ്രോസസ് ചെയ്യുന്നു. അതിനോടുകൂടെ ഉള്ളിൽ ഉയരുന്ന തിരിച്ചുള്ള മറുപടി ലൗലിയിൽ നിന്ന് ആംഗ്യ ഭാഷയിലൂടെയും ശബ്ദത്തിലൂടെയും പുറത്തു വരുന്നു. ഇത്രയും പ്രോസസ് ഒരാശയവിനിമയത്തിനുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മൾ ഓർക്കുക, പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുകയില്ലെങ്കിലും നമ്മുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ടോണി തലമുറയൊക്കെ ഒന്നുണ്ടായ ആ പ്രാരംഭഘട്ടത്തിൽ ഓഫീസിലേക്ക് പോകാൻ ഇതുപോലെ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് മനോഹരമായി ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണെന്ന് മനസ്സിൽ വിചാരിക്കുക, ഭാവനയിൽ വിചാരിക്കുക. ആ സമയത്ത് ലൗലി ഭക്ഷണം മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കൊച്ചു കുഞ്ഞിനെ കൂടെ ടോണി അടുക്കലേക്കൊരു കസേരയിട്ട് ഇരുത്തി ആ ഭക്ഷണത്തിൽ അല്പം ആ കുഞ്ഞിനും കൂടെ കൊടുത്ത് സ്നേഹത്തോടെ ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗം. പെട്ടെന്ന് കാപ്പി മറിഞ്ഞ് ടോണിയുടെ ഡ്രസ്സിലേക്ക് വീഴുന്നു. ഈ സമയം ടോണി എങ്ങനായിരിക്കും പ്രതികരിക്കുക? അയ്യോ, പല വീടുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. കുച്ചിപ്പുടുവും ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ കഴിഞ്ഞ് എന്തെല്ലാം വികാര വിക്ഷോഭങ്ങളും അറുകൊല തുള്ളലും എന്നൊക്കെ എൻ്റെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ എത്രയോ കുടുംബങ്ങളിൽ രണ്ട് വിധത്തിൽ ടോണിക്ക് പ്രതികരിക്കാം. ഒന്നാമത്തെ പ്രതികരണം, ചാടി എഴുന്നേറ്റ് കൊച്ചിനെ വേണ്ടി വന്നാൽ ഒന്ന് പ്രഹരിച്ച്, അപ്പോഴത്തേക്ക് അടുക്കളയിൽ നിന്നും ലൗലി ഒരു വരവാണ്. പോകാൻ നേരത്ത് കൊച്ചിനെ അടുത്തോട്ടിരുത്തി കഴിപ്പിക്കാൻ ആരോട് ചോദിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊരു വരവ്. രണ്ടും കൂടെ ഏറ്റുമുട്ടുന്നതിനിടയിൽ ഹെൽമറ്റും എടുക്കാതെ, ബൈക്കേലാണെങ്കിൽ ഹെൽമറ്റും എടുക്കാതെ, ഓഫീസിലെ ഫയലും എടുക്കാതെ വണ്ടിയെ കയറിയൊരു പോക്ക്. അടുത്ത ജംഗ്ഷനിൽ പോലീസ് കൈ കാണിച്ച് നിർത്തി പെറ്റിയടിച്ച് ഓഫീസിൽ ചെല്ലുമ്പോൾ ഫയലും എടുത്തിട്ടില്ല. ആകപ്പാടെ അന്നത്തെ ദിവസം അസ്വസ്ഥത. അതിനേക്കാട്ടിൽ നല്ലത് ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് വെള്ളം വീണ് ചായ വീണ് കരയുമ്പോൾ, തൻ്റെ ദേഹത്ത് ചായ വീണ് കരയുമ്പോൾ, അസ്വസ്ഥതപ്പെടുമ്പോൾ, സാരമില്ല മക്കളെ സാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ടവലെടുത്തുനിന്ന് തുടച്ചിട്ട് ഈ ഡ്രസ്സൊന്ന് മാറി അകത്തോട്ട് കയറി വേറെ ഒരു ഡ്രസ്സ് ഇട്ടിറങ്ങി വന്ന് ആ അമ്മയ്ക്കും മകൾക്കും ഒരു ചുമ്മനം കൊടുത്ത് സ്നേഹത്തോടെ പോയാൽ ബിപിയും കൂടുകയില്ല, പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല. പ്രധാനമായിട്ട് ഓർക്കുക, സ്നേഹത്തിൻ്റെ പ്രതികരണം പ്രധാനമാണ്. ഉള്ള സ്ഥിതിയിൽ തന്നെ ജീവിത സാഹചര്യങ്ങളെ സ്വീകരിക്കാൻ കഴിയണം. സങ്കല്പത്തിലായിരിക്കരുത് സ്വീകരിക്കുക. എന്താ ഇന്നത്തെ കുടുംബ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം? കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഉള്ള സ്ഥിതിയിൽ സ്വീകരിക്കാൻ വയ്യ ജീവിത പങ്കാളിയെ. ജീവിതത്തിൻ്റെ സങ്കല്പത്തിലാണ് സ്വീകരിക്കുക. മോളെ ലൗലി, സകലവിധ മാനുഷിക ബലഹീനതയുമുള്ള ഒരു ടോണിയാണ് നിന്റെ കൈകൾ കിട്ടാൻ തുടങ്ങുന്നത്. മോനെ സ്തോത്രം. ടോണി പ്രത്യേകം ശ്രദ്ധിക്കണം. സകലവിധ ബലഹീനതകളുമുള്ള ഒരു മൺപാത്രത്തെയാണ് നിന്റെ കയ്യിൽ കിട്ടാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ കാവ്യ മാധവനെ പോലെ സുന്ദരിയാണ്. എൻ്റെ ഭാര്യ ശനിയാഴ്ച എനിക്ക് ദൈവത്തിന് സ്തോത്രം ഇംഗ്ലീഷ് ഫുഡ് ഉണ്ടാക്കിത്തരും, ഞായറാഴ്ച എനിക്ക് ചൈനീസ് ഫുഡ് ഉണ്ടാക്കിത്തരും, തിങ്കളാഴ്ച എനിക്ക് നാടൻ ഫുഡ് ഉണ്ടാക്കിത്തരും എന്നൊക്കെ ഒത്തിരി സങ്കല്പം കണ്ടാൽ നല്ലൊരു കാപ്പി പോലും ഇടാൻ ശരിയായി കഴിയാത്തൊരു കുഞ്ഞായിരിക്കും വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോൾ ഉള്ള സ്ഥിതിയിൽ സ്വീകരിക്കുക. ഒറ്റൊരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, കല്യാണമൊക്കെ കഴിഞ്ഞു ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഓഫീസ് റൂമിലിരുന്ന് ടോണി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം രാവിലെ മനസ്സിലൊന്ന് വിചാരിക്കുക, ഒരു കാപ്പി കിട്ടിയിരുന്നെങ്കിൽ. ആ കാപ്പിയെക്കുറിച്ച് ടോണി സങ്കല്പത്തിൻ്റെ ചിറകങ്ങ് വിടർത്തിയിരിക്കുന്ന മുറിയിലിരുന്ന് കണ്ടൻസ് മിൽക്കും ബ്രൂ കോഫിയുടെ പൊടിയും കൃത്യ അനുപാതത്തിൽ ചേർത്ത് മൂക്കിലേക്ക് എയർപോർട്ടിലൊക്കെ കിട്ടുന്നത് പോലെ ഈ എരച്ചരച്ച് കയറുന്ന ഗന്ധമുള്ള ഒരു കാപ്പി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ഉലുവ കാപ്പിപ്പൊടിയേ ഉള്ളൂ.
ഈ സമയത്ത് മോളൊരു ഉലുവാക്കാപ്പിപ്പൊടിയുടെ കാപ്പി തയ്യാറാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. അത് വായോട് ചേർത്ത് അങ്ങോട്ട് രുചിച്ചപ്പോൾ ചെറിയ ഊറിക്കയ്പ് കണ്ടപ്പോൾ ഛീ, ആരാടി നിന്നെ കാപ്പി ഇടാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് അനാവശ്യ പൊട്ടിത്തെറി ഉണ്ടാക്കി ബലഹീനതയൊന്നും സംഭവിപ്പിക്കാതെ ഉലുവായുടെ ഔഷധ ഗുണം മനസ്സിൽ ധ്യാനിച്ച് മര്യാദയ്ക്ക് കുടിക്കുന്നതായിരിക്കും നിലനിൽപ്പിന് നല്ലത്. കാര്യം ഉയർത്തി സ്വത്രം പറയാമോ? അപ്പോൾ ആയിരിക്കുന്ന സങ്കല്പത്തിൽ സ്വീകരിക്കരുത്, ആയിരിക്കുന്ന സ്ഥിതിയിൽ സ്വീകരിക്കുക. ജീവിതം അതിവേഗം അവസാനിക്കും. ഈ സന്ധ്യാസമയം എത്തുമ്പോൾ മക്കളെ, നിങ്ങളുടെ തലമുറകൾ കർത്താവിൻ്റെ മടങ്ങി വരവ് താമസിച്ചാൽ നിങ്ങളെ കണ്ടുകൊണ്ട് പറയട്ടെ, എൻ്റെ അപ്പനെയും അമ്മയെയും പോലെ മരണത്തിന് പോലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ ഉടമസ്ഥർ മറ്റാരുമില്ല. എന്ന് കരമുയർത്തി പിടിച്ചേ. എല്ലാ ദൈവമക്കളും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവിൽ നിന്നും ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവമക്കൾ എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. യേശുവിൻ്റെ അധികാരം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പകലായി പകൽക്കാലം തീരണം. അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് പകൽ ഇവിടെ ബലത്തോടെ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ തേജസ് ഈ ഓഡിറ്റോറിയത്തിന് മീതെ നിഴൽ മൂടി നിൽക്കുകയാണ്. അഭിഷിക്തന്മാരായ ഒരുപറ്റം കർത്തൃദാസന്മാർ ഇവിടെയുണ്ട്. എല്ലാവരുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നാളെ നടത്തുവാൻ ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് നേരെ പിശാച് കരുതി വെച്ചിട്ടുള്ള കണികളെ ഇന്ന് പകൽ മുറിക്കാനുള്ള അധികാരം ഇത്രയും ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവിക അധികാരം വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ആത്മാവിൽ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു ബലഹീനനായ കർത്തൃദാസന്റെ കരമല്ലിവരെ തമ്മിൽ ഒന്നാക്കാൻ തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. 1.5 മൈൽ ആഴവും 75-80 അടി വീതിയും ഉണ്ടായിരുന്ന അതിഭയങ്കരമായ വിധത്തിൽ ഭീകരാവസ്ഥയിൽ നിൽക്കുന്ന ചെങ്കടലിന്റെ മുൻപിൽ ഒരു കർത്തൃദാസൻ 30 ലക്ഷം പേരുമായി നിൽക്കുന്ന സമയം ഒരു കാട്ടുവടി നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ സർവശക്തന്റെ കൊടുങ്കാറ്റ് അതേ കടലിന്റെ മുകളിലേക്ക് ബ്ലേഡ് പോലെ ഇറങ്ങി അതിനകത്ത് ഒരു പെരുവഴി വെട്ടിത്തുറന്ന് വീണ്ടെടുക്കപ്പെട്ടവർ പാട്ടോടെ അക്കരെ കയറത്തക്ക വിധം ആ പെരുവഴി ഒരുക്കിയ ദൈവത്തിന്റെ കരം ചലിച്ചപ്പോൾ മോശ എന്ന ബലഹീനന്റെ വിക്കന്റെ കൈയുടെ പുറകിൽ മഹാദൈവത്തിന്റെ തേജസ്സിന്റെ കരം ഇറങ്ങി വന്നു എന്ന് വചനത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ ദ്രവത്വമുള്ള ഞങ്ങളുടെ കൈകളുടെ പുറകിൽ തേജസ്സിന്റെ മഹാദൈവത്തിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങി വന്ന് ആത്മമണ്ഡലത്തിൽ ഇവരെ ഒന്നാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഞാൻ കാണുന്നു ദൈവത്തിന്റെ തേജസ് ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ ഷെക്കൈന ഇതിനും ഇത് നിഴൽ വിരിക്കുന്നുണ്ട്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, ദമസ്കോസിന്റെ പടിവാതിക്കൽ ഇറങ്ങി വന്നവന്റെ കരം, പത്മോസിൽ വെളിപ്പെട്ട തേജോരൂപിയുടെ സാന്നിധ്യം ഈ ഓഡിറ്റോറിയത്തിൽ ഇതാ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ആത്മമണ്ഡലത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അദൃശ്യ ദൂത സഞ്ചയങ്ങളുടെ ജാഞ്ചല്യ സാന്നിധ്യത്തിന് നടുവിൽ ഇവർ ദൈവസന്നിധിയിൽ ഒന്നാകാൻ തുടങ്ങുകയാണ്. ഒരുമിച്ച് ദൈവമക്കൾ പ്രാർത്ഥന നിർഭരരായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PG എബ്രഹാം തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമല്ലോ.